പ്രോസസ് ശരിയായ രീതിയിൽ നമ്മുടെ ശരീരത്തിന് എഫക്ട് ചെയ്യണമെങ്കിൽ അതിന് വൈറ്റമിൻ ഡി അത്യാവശ്യമാണ്. ഇത് നമുക്ക് പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. എന്നാൽ വളരെ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇന്ന് ഏറ്റവും കൂടുതൽ വൈറ്റമിൻ ഡിയുടെ അഭാവം കൊണ്ട് ട്രീറ്റ്മെന്റിനായി ആളുകൾ നെട്ടോട്ട് ഓടുന്നുണ്ട്. നമുക്ക് കാണാം, ഇന്ന് ഒരുപാട് പേര് ഏറ്റവും കൂടുതൽ സന്ധിവേദന മറ്റുള്ള പ്രശ്നങ്ങൾ പറയുന്ന സമയത്ത് ഡോക്ടർമാർ പറയുന്നത് വൈറ്റമിൻ ഡിയുടെ കുറവാണ്, അതിന് ട്രീറ്റ്മെന്റ് എടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഇത് ടാബ്ലറ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നമുക്ക് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നുണ്ടെന്ന് പോലെ അറിഞ്ഞിട്ട് നമുക്ക് ആ അവസ്ഥയിലേക്ക് എത്തേണ്ടി വരുന്നുണ്ട്. എന്നാൽ ഡോക്ടർമാർ ഈ കാൽസ്യത്തിന്റെ ടാബ്ലറ്റ് കൊടുക്കുമ്പോൾ ഇത് നമ്മുടെ ശരീരത്തിലേക്ക് എഫക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ കൂടെ വൈറ്റമിൻസ് ടാബ്ലറ്റ് കൂടി കൊടുക്കുന്നുണ്ട്. ഇവിടെയാണ് എല്ലാവരും പറയുന്നത് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന്. ഇന്ന് നമുക്കറിയാം, നമ്മുടെ MR കമ്പനിയുടെ വെൽനസ് പ്രൊഡക്റ്റിൽ ഒരുപാട് ഫുഡ് സപ്ലിമെന്ററി കിട്ടുന്നുണ്ട്. അത് 100% നാച്ചുറൽ ആയിട്ട് യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത, അതേപോലെ ആയുഷ് മന്ത്രാലയം അംഗീകരിച്ച സർട്ടിഫൈഡ് ചെയ്ത പ്രൊഡക്റ്റാണ് നമുക്ക് ഇന്ന് MR മാർക്കറ്റിംഗിലൂടെ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ എടുത്തു പറയേണ്ട ഒരു പ്രൊഡക്റ്റ് ആണ്, വെൽനസ് പ്രൊഡക്റ്റ് ആണ് നമ്മുടെ സ്റ്റെം സെൽ എന്ന് പറയുന്നത്. നമുക്ക് അതിന്റെ പേര് തന്നെ സെൽ എന്ന് പറഞ്ഞാൽ തന്നെ കോശം എന്നാണ് മലയാളത്തിന്റെ അർത്ഥം. കോശം എന്ന് തന്നെയാണ്. ഈ സ്റ്റെം സെൽ കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ബോഡിയിലേക്ക് എഫക്ട് ചെയ്യുന്ന നമ്പർ 1 പ്രൊഡക്റ്റ് ആണ് നമ്മുടെ MR കമ്പനിയുടെ സ്റ്റെം സെൽ എന്ന് പറയുന്നത്. ഓൾറെഡി RK സർ ഒരുപാട് സൂമിൽ നമുക്ക് അതിനെ പറ്റിയുള്ള അവയർനെസ് തന്നു കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു പ്രൊഡക്റ്റ് എന്തൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക് എഫക്ട് ചെയ്യുന്നുണ്ട്, അതായത് അതിനകത്ത് മെയിൻ ഇപ്പം നമുക്ക് പുതുതായിട്ട് വന്ന സ്റ്റെം സെല്ലിൽ ഏറ്റവും കൂടുതൽ നല്ല കണ്ടന്റ് നമുക്ക് ഗ്രീൻ ആപ്പിളിന്റെ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട്. നമുക്കറിയാം ഗ്രീൻ ആപ്പിളിന്റെ ബെനിഫിറ്റ് എന്താന്ന് പറഞ്ഞാൽ അതിലടങ്ങിയ എക്സ്ട്രാക്ട് എന്താന്ന് പറഞ്ഞാൽ ഇന്ന് ഈ ഒരു ഗ്രീൻ ആപ്പിൾ യൂസ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഏറ്റവും കൂടുതൽ ഈ കാൽസ്യത്തിന്റെയും പൊട്ടാസ്യത്തിന്റെയും കുറവൊക്കെ വരുന്നത് ഈ ഗ്രീൻ ആപ്പിളിന്റെ എക്സ്ട്രാക്റ്റിലൂടെ നമുക്ക് പരിഹരിക്കാൻ പറ്റുന്നുണ്ട്. കൂടാതെ റിച്ച് ആന്റി ഓക്സിഡന്റ് കലവറയാണ് നമ്മുടെ ഗ്രീൻ ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന സത്ത് എന്ന് പറയുന്നത്. നമുക്ക് ആന്റി ഏജ്ഡ് ആണ്, നമ്മുടെ മെറ്റാബോളിസം കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്ന കറക്റ്റ് കണ്ടന്റ് നമ്മുടെ ഗ്രീൻ ആപ്പിൾ ഉണ്ട്. അതുകൂടാണ്ട് ഈ പാർക്കിൻസൺ പോലുള്ള അസുഖത്തിന് ബെസ്റ്റ് ആണ് ഗ്രീൻ ആപ്പിളിന്റെ കണ്ടന്റ്. അതുപോലെ നമുക്ക് നമ്മുടെ ദഹന വ്യവസ്ഥയ്ക്ക്, നമ്മുടെ മൊത്തം ഓൾ ഓവർ ബോഡിയിലേക്ക് ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ നമ്മുടെ നൈറ്റ് വിഷനെ ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. പിന്നെ സ്ത്രീകൾക്ക് മന്ത്ലി നടക്കുന്ന ഒരു പീരീഡ്സിൽ ഓവർഫ്ലോ ഇല്ലാതിരിക്കാൻ, അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മുടെ ഗ്രീൻ ആപ്പിളിന്റെ സത്തിൽ അടങ്ങിയിരിക്കുന്ന ഒരുപാട് കണ്ടന്റ് നമുക്ക് നമ്മുടെ സ്ത്രീകൾക്ക് ഓക്കെയാണ്. അതേപോലെ നമ്മുടെ നാഡീ വ്യവസ്ഥയെ സംരക്ഷിക്കുന്നുണ്ട്. അതേപോലെ നമുക്ക് ആസ്മ രോഗികൾക്ക് ഗ്രീൻ ആപ്പിളെ കണ്ടിട്ട് അങ്ങനെ ഗ്രീൻ ആപ്പിൾ ഒരുപാട് റിച്ച് ആന്റി ഓക്സിഡന്റ് കലവറ എന്ന് പറയുന്നത് പോലെ തന്നെ ഒരുപാട് ബെനിഫിറ്റ് ഉള്ളതാണ് ഗ്രീൻ ആപ്പിൾ അടങ്ങിയിരിക്കുന്ന കണ്ടന്റ്. ഇത് നമ്മുടെ സ്റ്റെം സെല്ലിൽ യൂസ് ചെയ്യുന്നുണ്ട് ഗ്രീൻ ആപ്പിൾ. അതേപോലെ ഒരുപാട് കണ്ടന്റ് അതിനകത്തുണ്ട്. അതിനെപ്പറ്റിയിട്ട് കൂടുതൽ സയൻസിനാണ് പറയുന്നത്. കാരണം ഓൾറെഡി നമ്മുടെ RK സർ ഇതിന്റെ സയൻസും കാര്യങ്ങളൊക്കെ നമുക്ക് വ്യക്തമാക്കി തന്നെയാണ്. ഞാനിവിടെ സ്റ്റെം സെല്ലിനെ എടുത്ത് പറയാൻ പോകാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ, നമ്മൾ എന്താണോ യൂസ് ചെയ്യുന്നത്, നമ്മൾ എന്താണോ വാങ്ങി ഒരു യൂസ് ചെയ്തിട്ട് റിസൾട്ട് കിട്ടുന്നത്, അത് മാത്രമേ നമ്മൾ മറ്റുള്ളവർക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റൂ. ഓൾറെഡി നമുക്ക് റാഫി സർ, സർ, നമ്മുടെ ഗ്രേറ്റ് ലീഡേഴ്സ് പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ ഈ ഒരു മാർക്കറ്റിംഗിലേക്ക് ഇറക്കുന്ന സമയത്ത് ആദ്യം നമ്മൾ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യണം. അത് ബയോമെട്രിക് പ്രൊഡക്റ്റ് ആയാലും മറ്റുള്ള വെൽനസ് പ്രൊഡക്റ്റ് ആയാലും നമ്മൾ യൂസ് ചെയ്ത് അതിൻ്റെ അകത്ത് നമുക്ക് എന്താണോ റിസൾട്ട് കിട്ടുന്നത്, ആ റിസൾട്ട് കിട്ടിയാൽ മാത്രമേ നമുക്ക് സത്യസന്ധമായിട്ട് മറ്റുള്ളവരിലേക്ക് ഇത് പ്രൊമോട്ട് ചെയ്യാൻ പറ്റൂ. നമ്മൾ ഇതൊന്ന് യൂസ് ചെയ്യാണ്ട് അതിനെ കൊണ്ട് ഇങ്ങനെ ബെനിഫിറ്റ് എന്ന് പറയുന്നതിന് ഒരു വിശ്വസ്തത കുറവായിരിക്കും. നേരെ മറിച്ച് ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ സെൽഫായി യൂസ് ചെയ്ത് നമുക്ക് അതിനകത്ത് ഓക്കെയാണ്, ഇതിനെ കൊണ്ട് ഇങ്ങനെ ഒരു റിസൾട്ട് നമുക്ക് വരുന്നുണ്ട്, നമ്മുടെ കൂടെയുള്ളവർക്ക് ഇങ്ങനെ റിസൾട്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിന് 100% എന്താ പറയുക, നല്ല ആത്മവിശ്വാസത്തോടു കൂടി മറ്റുള്ളവരിലേക്ക് ഇത് പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും അതിന് എന്താ പറയുക, ഒരു 100% മറ്റുള്ളവർ അതിനെ കേൾക്കാനുള്ള തയ്യാറായിരിക്കും. കാരണം അത്രയും ആത്മവിശ്വാസത്തോട് പറയുമ്പോൾ ഈ പ്രൊഡക്റ്റിന് ഇത്ര വാല്യൂ ഉണ്ട് നമുക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഈ സ്റ്റെം സെൽ മാത്രമല്ല, ഈ സ്റ്റെം സെല്ല് ഇനി നമുക്ക് ഇത് മറ്റുള്ളവരിലേക്ക് പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ഒരുപാട് സയൻസ് പറഞ്ഞിട്ടുണ്ട്. റാഫി സാർ പറഞ്ഞ ഒറ്റ വാക്കുണ്ട്, നമുക്ക് ഈ പ്രൊഡക്റ്റിനെ ഫസ്റ്റ് പരിചയപ്പെടുത്തുന്നത് റാഫി സാറാണ്. റാഫി സാർ പറഞ്ഞ ഒരു വാക്കുണ്ട്, നിങ്ങൾ ഇതിന്റെ സയൻസ് കൂടുതൽ പറയണ്ട, സ്റ്റെം സെൽ എന്തിനാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് ഒരു വാക്ക് മാത്രം പറഞ്ഞ് നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സിനെ കൺവിൻസ് ചെയ്യാൻ പറ്റും. കാരണം നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾക്ക് ആവശ്യമായ പ്രോട്ടീൻസ് കിട്ടുന്ന സംഭവമാണ് നമ്മുടെ സ്റ്റെം സെല്ലുകൾ നമുക്ക് കിട്ടുന്നത്. ഈ സ്റ്റെം സെല്ലിന്റെ മെയിൻ പ്രോസസ് എന്ന് പറയുന്നത്, എവിടെയാണോ നമ്മുടെ ശരീരത്തിൽ ഡാമേജ് സംഭവിച്ചിരിക്കുന്നത് ആ ഭാഗത്താണ് ഈ സ്റ്റെം സെൽ ഫസ്റ്റ് പോയിട്ട് ഇത് പ്രൊട്ടക്ട് ചെയ്തത്. ആ ഭാഗത്തേക്കുള്ള പ്രശ്നത്തിനെ പരിഹരിക്കുകയാണ് നമ്മുടെ സ്റ്റെം സെൽ ചെയ്യുന്നത്. ഈ ഒരു കാര്യം നമുക്ക് ധൈര്യമായിട്ട് നമ്മുടെ കസ്റ്റമേഴ്സിന് പറഞ്ഞ് നമുക്കിത് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും. ഈ ഒരു കാര്യം മാത്രം പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ സ്റ്റെം സെല്ല് മറ്റുള്ളവർക്ക് റെക്കമെൻഡ് ചെയ്തത്. സെൽഫായിട്ട് ഞാൻ യൂസ് ചെയ്യേണ്ടത്, എൻ്റെ വീട്ടിലെല്ലാവരും യൂസ് ചെയ്യേണ്ടത്. കൂടാതെ ഇതിന്റെ
ഫസ്റ്റത്തെ റിസൾട്ട് ഞാൻ ഓൾറെഡി ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇത് പുരുഷന്മാർക്ക് മാത്രമല്ല സ്ത്രീകൾക്കും നമ്പർ 1 ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് പ്രൊഡക്റ്റ് ആണ് നമ്മുടെ സ്റ്റെം സെൽ. കാരണം ഞാൻ ഇത്ര ആധികാരികമായിട്ട് സംസാരിക്കുന്നത് അതിന്റെ ആ ഒരു റിസൾട്ട് നേരിട്ട് അനുഭവിച്ച വ്യക്തി എന്നുള്ള നിലക്കാണ് എനിക്ക് ഇത്ര ആധികാരികമായി സംസാരിക്കാൻ പറ്റുന്നത്. കാരണം നമ്മുടെ സ്ത്രീകൾ അനുഭവിക്കുന്ന പല പ്രശ്നങ്ങളുണ്ട്. ഒരുപാട് ആളുകൾ ഈ പീരീഡ് ഞാൻ റിപ്പീറ്റേഷൻ ചെയ്യാണ്, കാരണം ഇത് ഞാൻ ഓൾറെഡി RK സൂമിൽ പറഞ്ഞു കഴിഞ്ഞ റിസൾട്ടാണ്. ഒരുപാട് ആളുകൾക്കറിയാം സ്ത്രീകൾക്ക് മന്ത്ലി ഉള്ള സമയത്ത് അവരുടെ മാനസിക പിരിമുറുക്കം എത്രമാത്രം അവരുടെ വേരിയേഷൻ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഹോർമോൺ ഇംബാലൻസ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ടാറുണ്ട്. പലർക്കും അത് മനസ്സിലാക്കാൻ പറ്റില്ല. എന്നാൽ അതിനേക്കാളും ഒരു പടി കൂടുതലാണ് ഈ ഒരു സ്റ്റേജ് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഒരു പ്രായത്തിൽ കഴിഞ്ഞാൽ അവരുടെ പീരീഡ് സ്റ്റോപ്പ് ആയി കഴിഞ്ഞാൽ അവരുടെ ഹോർമോൺ എന്ന് പറഞ്ഞത് കംപ്ലീറ്റ് ഇംബാലൻസ് ആണ്. അവരുടെ ഹോർമോൺ കംപ്ലീറ്റ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓൾറെഡി ചില ആളുകൾ കംപ്ലീറ്റ് മൂഡ് സ്വിങ്ങിലേക്ക് മാറും. അതായത് അവരുടെ എന്തൊക്കെയോ വല്ലാത്തൊരു ഫീലിംഗിലേക്കായിരിക്കും. അവരുടെ മാനസികാവസ്ഥ എന്ന് മറ്റുള്ളവർക്ക് പെട്ടെന്നൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല. അവർക്ക് തന്നെ അവരെ സെൽഫ് റിക്കവറി ചെയ്തെടുക്കാൻ ഒരുപാട് ടൈം ആവശ്യമുണ്ട്. ഈ സമയത്ത് നമ്മുടെ എല്ലാ തരത്തിലുള്ള പിന്തുണയും അങ്ങനെയുള്ള സ്ത്രീകൾക്ക് അത്യാവശ്യമാണ്. അതേപോലെ ഈ യൂട്രസ് റിമൂവ് ചെയ്തവർക്ക് അവർക്കൊക്കെ ഭയങ്കരമായിട്ട് കാരണം ഒരു സ്ത്രീയുടെ ഏറ്റവും പരമപ്രധാനമായ ഒരു സംഭവം അവിടെ സ്റ്റോപ്പ് ആവുകയാണ്. അത് റിമൂവ് ചെയ്യണം. ഇങ്ങനെയുള്ള അവസ്ഥയിൽ അവരുടെ ഹോർമോൺ ഇംബാലൻസ് ആകുന്ന സമയത്ത് നമുക്ക് ഈ ഹോർമോൺ ചേഞ്ചസിനെ ബാലൻസിലേക്ക് കൊണ്ടുവരേണ്ട ഒരു സംഭവം നമ്മുടെ സ്റ്റെം സെൽ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് എന്റെ കൂടെ അസോസിയേറ്റ് ചെയ്യുന്ന ഒരു ലേഡിയിലേക്ക് ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് കിട്ടിയപ്പോഴാണ് എനിക്കത് മനസ്സിലാക്കാൻ പറ്റിയത്. അതാണ് ഞാൻ പറയുന്നത്, നമ്മൾ യൂസ് ചെയ്ത് നമുക്ക് റിസൾട്ട് കിട്ടിയാൽ മാത്രമാണ് നമുക്ക് ഇത്ര ആധികാരികമായിട്ട് മറ്റൊരാൾ സംസാരിക്കാൻ പറ്റുന്നത്. ഇതിന്റെ ഫലമായിട്ട് ഓൾറെഡി അങ്ങനെ ഒരു സ്റ്റേജിലേക്ക് എത്തുമ്പോൾ സ്ത്രീകളുടെ ശരീരം മൊത്തം ഒരു ഹീറ്റിലേക്ക് മാറും. അവർക്ക് എപ്പോഴും ഒരു വിയർപ്പ്, അവരുടെ അസ്വസ്ഥതയായിട്ടായിരിക്കും, മനസ്സ് സ്ട്രെസ്സിലായിരിക്കും. അങ്ങനെ സമയത്ത് അവർ പെട്ടെന്ന് ചൂടാവുന്ന പ്രകൃതക്കാരായിരിക്കും. പെട്ടെന്ന് നമുക്കത് എന്താ പറയാ അംഗീകരിക്കാൻ പറ്റില്ല. അവരുടെ ഈ മാറ്റം അംഗീകരിക്കാൻ പറ്റില്ല. നമ്മൾ ആ സമയത്ത് സപ്പോർട്ട് കൊടുക്കുന്ന സമയത്ത് ഈ ഒരു സ്റ്റെം സെൽ യൂസ് ചെയ്ത സമയത്ത് ഫസ്റ്റ് കിട്ടിയ റിസൾട്ട് അവരുടെ ഈ വിയർപ്പ്, ഓവർ ബോഡി ഹീറ്റ് ആവുന്ന ആ ഒരു പ്രകൃതത്തിൽ നിന്നും അവർക്ക് തിരിച്ച് റിക്കവറി ചെയ്ത് വരാൻ പറ്റിയെന്നുള്ളതാണ്. ആ ഒരു സ്റ്റേജിൽ നിന്ന് അവർക്ക് റിക്കവറി ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര റിസൾട്ട് തന്നെയാണ്. കാരണം നമുക്കറിയാം ചില ആളുകൾ ഭയങ്കരമായി വിയർത്തോണ്ടിരിക്കുന്ന ആൾക്കാരാ നമ്മൾ അരിയത്ത് വന്നിരിക്കുമ്പോൾ ചില ആളുകൾക്ക് ഒരു വല്ലാത്തൊരു ഇറിറ്റേഷൻ പോലെ തോന്നും. കാരണം ഫുൾ ബോഡി ഇങ്ങനെ വിയർത്തോണ്ടിരിക്കുന്നത് നമ്മൾ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള അവസ്ഥയിൽ നിന്ന് ഒരു നോർമൽ ബോഡിയിലേക്ക് തിരിച്ചു വരാമെന്ന് പറയാൻ അതും ഈ ഒരു സ്റ്റെം സെല്ലിന്റെ ഒരു ചെറിയ ദിവസത്തെ ഒരു 3-4 ദിവസത്തെ ഉപയോഗം കൊണ്ടാണ് ഇത്രയും ബെസ്റ്റ് റിസൾട്ട് കിട്ടിയത്. രണ്ടാമത് നമുക്ക് ഈ ഒരു ആള് ഒരു കൂൾ ആൻഡ് കാം മൈൻഡിലേക്ക് വന്ന്, അതായത് പെട്ടെന്ന് ആ ഒരു ദേഷ്യം അങ്ങനെയുള്ള സംഭവങ്ങൾ മൈൻഡ് സ്ട്രെസ്സിൽ നിന്ന് ഒന്ന് റിലീസായി വന്ന് ആ ഒരു ലെവലിലേക്ക് എത്താൻ നമ്മുടെ സ്റ്റെം സെൽ പ്രൊഡക്റ്റ് ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്തെന്നുള്ളതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത്. രണ്ടാമത് നമ്മുടെ പ്രൊഡക്റ്റ് സ്റ്റെം സെൽ മാത്രമല്ല നമുക്ക് ഒരുപാട് പ്രൊഡക്റ്റ് അവൈലബിൾ ആണ്. നമുക്ക് സ്പൈറലിൻ ഉണ്ട്, അടിപൊളി റിസൾട്ട് പ്രൊഡക്റ്റ് ആണ് സ്പൈറലിൻ. അതേപോലെ ഒമേഗ. നമ്മുടെ മക്കളൊക്കെ ഭക്ഷണം കഴിക്കുമ്പം ഇന്ന് ഏറ്റവും കൂടുതൽ നമുക്ക് കണ്ടുവരാം, മക്കൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ചിക്കനും മട്ടനും ഇതൊക്കെയാണ്. മീൻ എന്ന് പറഞ്ഞ സംഭവം കൈകൊണ്ട് തൊടില്ല. എന്റെ മോനടക്കമുള്ള സംഭവം പറയുന്നത്. അങ്ങനെയുള്ള മക്കൾക്ക് വൈറ്റമിൻസിന്റെ നല്ല രീതിയിലുള്ള കുറവുണ്ട്. ഈ ഒമേഗ ടാബ്ലറ്റ് നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഒരു പരിധി വരെ എന്നല്ല, ഒരു പരിധിയിലധികം അവർക്ക് കിട്ടേണ്ട ന്യൂട്രീഷൻ ഫുഡ് ഈ ഒരു സപ്ലിമെന്ററി ഫുഡ്, ഈ ഒമേഗ സപ്ലിമെന്ററിലൂടെ കിട്ടുന്നുണ്ട്. രണ്ടാമത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് പിന്നെ ഡയബറ്റിക് കെയർ, അതേപോലെ BP കെയർ, ഇതൊക്കെ ഇന്ന് നല്ല രീതിയിൽ നമുക്ക് മാർക്കറ്റിംഗ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റ് ആണ്. അതേപോലെ അലോവേര ക്യാപ്സൂൾ എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അലോവേര എന്ന് പറയുമ്പോൾ പല ആൾക്കാർക്കും ഒരു തെറ്റിദ്ധാരണ, അലോവേര കറ്റാർ വാഴച്ചെല്ല് നമ്മുടെ മുഖ സൗന്ദര്യത്തിനല്ലേ, നമ്മുടെ ഹെയറിന്റെ ഗ്രോത്തിനല്ലേ യൂസ് ചെയ്യുന്നുള്ളൂ. എന്നാൽ അത് മാത്രമല്ല, ഈ അലോവേര ക്യാപ്സൂൾ, ഈ അലോവേരന്റെ കണ്ടന്റ് നമ്മുടെ ശരീരത്തിന്, അത് ഇന്നർ പ്രോസസ് നമുക്ക് യൂസ് ചെയ്യാം മുഖ സൗന്ദര്യത്തിന് പറ്റും. പക്ഷെ അതിന്റെ ഇന്നർ പ്രോസസ് എന്ന് പറഞ്ഞാല് നമ്മുടെ ദഹന വ്യവസ്ഥയെ പരിരക്ഷിക്കുന്ന ഒരു സമ്പ്രദായം അലോവേര ക്യാപ്സൂൾ നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മുടെ ഓൾ ഓവർ ബോഡിയിലേക്ക് നല്ല രീതിയിൽ ഇതിന്റെ പേശി വേദന, സന്ധിവേദനയ്ക്കൊക്കെ ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യുന്നതാണ് നമ്മുടെ അലോവേര. നല്ല രീതിയിലുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് അലോവേര ടാബ്ലറ്റ് കഴിക്കുന്നത് നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെ ഒരുപാട് ലേഡി കെയർ, അതേപോലെ ബെറി ജ്യൂസിന്റെ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല എത്രമാത്രം റിച്ച് ഓൺ ആന്റി ഓക്സിഡന്റ് അടങ്ങിയ സംഭവമാണ് ബെറി ജ്യൂസിലുള്ളത്. ഓൾറെഡി നമുക്ക് വെൽനസ് പ്രൊഡക്റ്റിന്റെ സൂം വരുന്ന സമയത്ത് ഇതിനെ പറ്റിയിട്ട് ഇതിന്റെ സയൻസും അതിന്റെ ആധികാരികമായി സംസാരിക്കാൻ ഒരുപാട് ഗ്രേറ്റ് ലീഡേഴ്സ് ഉണ്ട്. ഞാൻ ജസ്റ്റ് നമ്മുടെ വെൽനസ് പ്രൊഡക്റ്റ് എത്രമാത്രം നമ്മൾ മറ്റൊരു ലെവലിലേക്ക് എത്തിക്കണം എന്നുള്ളതിന്റെ ഒരു അവയർനെസ് ആണ് ഇപ്പൊ നമുക്ക് നൽകി തന്നത്, നിങ്ങൾക്ക് എല്ലാവർക്കും പറഞ്ഞു തന്നത്. കാരണം ഞാൻ എന്താണോ യൂസ് ചെയ്തത്, ഞാൻ എന്താണോ മാർക്കറ്റിംഗ് ചെയ്തത്, അത് മാത്രമേ ഞാൻ ഇവിടെ പറയുന്നുള്ളൂ.
എന്തുകൊണ്ടാണ് ഞാൻ മണിരായ യൂസ് ചെയ്തത്, വൈ ചൂസ് മണിരായ എന്ന് ചോദിച്ചാൽ എനിക്ക് വ്യക്തമായ ഒരു ആൻസർ ഉണ്ട് മണിരായ ഞാൻ എന്തുകൊണ്ടാണ് ചൂസ് ചെയ്തതെന്ന് പറഞ്ഞതിൽ. അതിന്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞത്, ഒന്നാമത്തെ കാര്യം നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കുന്നുണ്ട്, നമ്മുടെ ഫേസ് വാല്യൂ പോകുന്നില്ല, നമ്മൾ കൊടുക്കുന്ന പ്രൊഡക്റ്റ് അത്രയും സൂപ്പറബിൾ ആയ 100% ഗ്യാരണ്ടിയുള്ള പ്രൊഡക്റ്റാണ് നമ്മൾ കൊടുക്കുന്നത്. അതിന്റെ റിസൾട്ട് നല്ല രീതിയിൽ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് സാധാരണ നമുക്ക് രണ്ടാമത്തെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ബയോമാഗ്നറ്റ്, നമ്മുടെ MR മാർക്കറ്റിന്റെ ബയോമാഗ്നറ്റിക് പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് കിട്ടിയ റിസൾട്ട് എന്ന് പറഞ്ഞാൽ അതിൽ സ്ട്രോക്ക് വന്ന വ്യക്തിക്ക് പെട്ടെന്ന് തന്നെ ഇതിന്റെ എത്തുന്ന ആ ഒരു റിസൾട്ട് വന്നിട്ടുണ്ട്. കാരണം ഒരു ടീച്ചറാണ് അവര്, ആ ഒരു ലേഡി ടീച്ചറാണ്, അവരുടെ ഈ റൈറ്റ് ഹാൻഡ് ഉയർത്താൻ പറ്റില്ല, ഈ റൈറ്റ് ഹാൻഡ് വിരൽ പോലും ചലിക്കില്ല, ബാക്കി പാർട്സ് ഒക്കെ അവർക്ക് ഓക്കെയാണ്. പക്ഷെ ഈ വലത്തെ കൈ, ഒരു ടീച്ചറിന് ഏറ്റവും അത്യാവശ്യമാണ് വലത്തെ കൈ യൂസ് ചെയ്ത് റൈറ്റ് ചെയ്യാന്നുള്ളത്. ആ ഒരു വലത്തെ കൈയാണ് അവർക്ക് ഡാമേജ്, അതായത് യാതൊരു തരത്തിലുള്ള ചലനശേഷി ഇല്ലാണ്ടായി പോയത്. ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് നമ്മുടെ റിസ്റ്റ് ബാൻഡ് കെട്ടിയോ വാട്ടർ എഞ്ചി പേഡ് അത് കുടിച്ചു, വെള്ളം കുടിച്ചു, ഈ ഒരു മാട്രസ് പാഡ് യൂസ് ചെയ്തപ്പം അവർക്ക് മൂന്നാമത്തെ ദിവസം തന്നെ കിട്ടിയ റിസൾട്ട്, ഫസ്റ്റ് കിട്ടുന്ന റിസൾട്ട്, കൊടുത്ത എല്ലാവരും ഫസ്റ്റ് പറയുന്ന റിസൾട്ട് നമുക്ക് ഉറക്കം ശരിയായി എന്നാണ്. രണ്ടാമത് പറയുന്ന റിസൾട്ട് അവർക്ക് എന്താണോ പ്രശ്നങ്ങൾ അതിന്റെ ഒരു പ്രശ്നത്തിൽ നിന്ന് ഒരു പരിധി വരെ അവർക്ക് റിക്കവറി ചെയ്ത് വരാൻ പറ്റുന്നതാണ്. അവർക്ക് കിട്ടിയ റിസൾട്ട് എന്ന് പറഞ്ഞാൽ, സ്ട്രോക്ക് വന്ന വ്യക്തിക്ക് കിട്ടിയ റിസൾട്ട് എന്ന് പറഞ്ഞാൽ അവരുടെ വിരലിന് ചലനശക്തി വന്നു. ചലനശക്തി വന്നത് മാത്രമല്ല, ഒരു മഗ് ആ വിരലിനെ കൊണ്ട് ഇങ്ങനെ ടച്ച് ചെയ്ത് ഇങ്ങനെ ഉയർത്താൻ പറ്റിയെന്ന് പറയുമ്പോൾ അത് അവര് നമ്മൾ ഷെയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ലഭിക്കുന്ന ഒരു മാനസിക സംതൃപ്തിയുണ്ട്, ഭയങ്കരമാണ്. അത് പറഞ്ഞാൽ അത് മനസ്സിലാക്കാൻ പറ്റില്ല, അത്രമാത്രം സന്തോഷമുള്ള ഒരു കാര്യമാണ്. രണ്ടാമതെന്ന് പറഞ്ഞാല്, ഈ സ്പൈനൽ കോഡിന് 2 ഓപ്പറേഷൻ ചെയ്തിട്ട് കിടന്ന ഒരു വ്യക്തിയാണ്. ഏകദേശം ഒരു 60-70 വയസ്സിന്റെ ഇടയിലുള്ള ഒരു ലേഡിക്കാണ് ഞാൻ കൊണ്ടുപോയി കൊടുത്തത്. അവരുടെ അവസ്ഥ, ഞാൻ അവിടെ പോകുന്ന സമയത്ത് എന്നെ ഒരു 3-4 ദിവസമായിട്ട് അവർ കണ്ടിന്യൂസ് ആയിട്ട് വിളിച്ചുകൊണ്ടിരിക്കുക, നിങ്ങളെ പ്രൊഡക്റ്റ് ഒന്ന് കൊണ്ടുതരൂ. കാരണം ആ സമയത്ത് ഞാൻ മറ്റുള്ള ഭാഗത്തേക്ക് വർക്കിന്റെ കാര്യമായിട്ട് ഓടുന്ന സമയത്ത് എനിക്ക് ഇവരിലേക്ക് എത്താൻ ഒരു 2 ദിവസം വൈകിപ്പോയി. എനിക്ക് വൈകിപ്പോയ സമയത്ത് അവിടെ എത്തിയ സമയത്താണ് അവർ എത്രമാത്രം പ്രശ്നമാണ് ഫേസ് ചെയ്യുന്നത് മനസ്സിലാക്കാൻ പറ്റിയത്. കാരണം ഞാൻ അവിടെ പോയ സമയത്ത് ആ ലേഡിക്ക് ശരിയായി ഞാനൊക്കെ അൽഹംദുലില്ലാ എന്ന് പറയുന്നത്, നമുക്കൊക്കെ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ പറ്റും, നമ്മുടെ ഈ തല സ്ട്രൈറ്റ് ആയിട്ട് വെച്ച് നിന്ന് ഡയറക്റ്റ് നമുക്ക് ഫേസ് ടു ഫേസ് ചെയ്ത് സംസാരിക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ പോകുന്ന സമയത്ത് ആ ലേഡി ഈ കൈ കൊണ്ട് ഇങ്ങനെ തല ഇങ്ങനെ താങ്ങ് കൊടുത്തിട്ടേ ഇരിക്കുന്നത്. കാരണം തല ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് വെക്കാൻ പറ്റുന്നില്ല. ഈ സ്പൈനൽ കോഡിന് ഓപ്പറേഷൻ ചെയ്ത് കഴുത്ത് വേദന കൊണ്ട് അത് അസഹ്യമായിട്ട് വേദന അനുഭവിച്ച് കരയുന്ന ഒരു സ്റ്റേജിലാണ് ഞാൻ എത്തിച്ചേർന്നത്. അവിടെ അവർക്ക് 2 സെക്കൻഡ് പോലും ഇരുന്നിട്ട് ഇങ്ങനെ സംസാരിക്കാൻ പറ്റാണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഫസ്റ്റ് എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ, നമ്മുടെ MR പ്രൊഡക്റ്റിന്റെ ഈ പില്ലോ പേഡ് എന്ത് ചെയ്ത് അവരുടെ തലന്റെ ഭാഗത്ത് വെച്ചാൽ, നിങ്ങൾ 2 മിനിറ്റ് ഇവിടെ കിടക്ക്, ഞാൻ ഫസ്റ്റ് പറഞ്ഞു നിങ്ങൾ ഇതിന്റെ അകത്ത് കിടക്ക്, കുറച്ചൊരു സമാധാനം കിട്ടട്ടെ. കാരണം നമുക്കറിയാം ഈ പ്രൊഡക്റ്റിലൂടെ നമുക്ക് എന്തൊക്കെ റിസൾട്ട് കിട്ടും, നമ്മൾ അനുഭവിച്ച വ്യക്തികളായി നമുക്ക് അത് അറിയാൻ പറ്റും. ഞാനത് അവിടെ കൊടുത്തു. അവരുടെ മകളായിട്ട് സംസാരിച്ച് ഏകദേശം ഒരു 30 മിനിറ്റ്, ഒരു അരമണിക്കൂർ കൊണ്ട് ഇതിനെപ്പറ്റി സംസാരിച്ചു കഴിഞ്ഞ് നമുക്ക് ചായ കുടിക്കാൻ കൊണ്ടുതരും. നമ്മള് ഒരു വീട്ടിലേക്ക് കയറി ചെന്നാൽ നമുക്കറിയാം ആദിത്യ മര്യാദ എന്ന പേര്, നമുക്ക് ചായ കുടിക്കാൻ വരുന്ന സമയത്ത് ഞാൻ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാല്, ഇവര് ഒരു വാക്കിംഗ് സ്റ്റിക്ക് യൂസ് ചെയ്തിട്ടാണ് അല്ലെങ്കിൽ ഒരു ചെയറൊക്കെ പിടിച്ചാൽ പോലും സാധാരണ നടക്കാറുള്ളത്. അതിന് പകരം അവർ ഡയറക്റ്റ് വന്ന് നമ്മുടെ അരിയത്തിരുന്ന് നമ്മുടെ കൂടെ തന്നെ ചായ കുടിക്കാൻ വന്നിട്ടിരുന്നു. ആ സമയത്ത് അവരുടെ ബോഡി സ്ട്രെയിറ്റ് ആയിട്ട് അവർക്ക് നിൽക്കാൻ പറ്റി എന്നുള്ളതാണ്. ജസ്റ്റ് അരമണിക്കൂറിന്റെ യൂസ് കൊണ്ട് തന്നെ അവർക്ക് ഈ ബാക്ക് പെയിൻ, ഇവരുടെ കഴുത്തിന്റെ വേദനയ്ക്ക് ആശ്വാസം കിട്ടി നമ്മുടെ അടുത്ത് വന്നിട്ടിരുന്നത് എനിക്ക് നല്ല സമാധാനം ഉണ്ട്. അത്രയും നമ്പർ 1 റിസൾട്ടിലേക്കാണ് നമ്മുടെ പ്രൊഡക്റ്റിലേക്ക്. കാരണം നമുക്കറിയാം നമ്മൾ സാധാരണ യൂസ് ചെയ്തതിനേക്കാളും കുറച്ചും കൂടി ഹൈ പവറിലുള്ള മാഗ്നറ്റ് ആണ് നമ്മുടെ മണിരായ കമ്പനിയുടെ പ്രൊഡക്റ്റിലേക്ക് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രൊഡക്റ്റിന് എത്രമാത്രം ഫാസ്റ്റ് റിസൾട്ട് വരുന്നു എന്നുള്ള കാര്യം നമുക്ക് യാതൊരു സംശയമില്ല. അത്രയും അടിപൊളി റിസൾട്ട് ഉള്ള പ്രൊഡക്റ്റ് ആണ് നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു പ്രൊഡക്റ്റിനെ നമ്മൾ മറ്റുള്ളവരിലേക്ക് കൊടുത്താൽ, മാക്സിമം മറ്റുള്ളവരിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചു കൊടുത്താൽ, ഇതിനു വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. നമുക്ക് അറിഞ്ഞോ അറിയാതെ നമ്മൾ ഈ ഒരു ഫീൽഡിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഇതിനെല്ലാം ഒരു കാരണക്കാരൻ എന്നുള്ളത് നമുക്ക് മുകളിലിരിക്കുന്ന സർവശക്തൻ നമ്മൾ ഈ ദൗത്യം നമുക്ക് ഈ ദൗത്യം തന്നിട്ടുണ്ടെങ്കിൽ അതിന് വ്യക്തമായ റീസൺ അദ്ദേഹത്തുണ്ട്. കാരണം ഒരുപാട് ആളുകൾ ഇന്ന് ഈ ലോകത്ത് ഒരുപാട് ആളുകൾ വേദന സഹിക്കുന്നതായിട്ടും മറ്റുള്ള രീതിയിൽ സ്ട്രഗിൾ ചെയ്യുന്ന ഒരുപാട് പേരിലേക്ക് നമ്മൾ ഈ പ്രൊഡക്റ്റ് എത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടുന്ന് അവർക്ക് ആശ്വാസം കിട്ടുമ്പം അവരിടുന്ന ഒരു ദീർഘശ്വാസമുണ്ട്. ആ മനസ്സിന്ന് വിടുന്ന ആ ഒരു സമാധാനത്തിന്റെ ആ ഒരു ശ്വാസം മാത്രം മതി നമുക്ക് ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മുടെ ലൈഫ് സക്സസ് ആവാൻ വേണ്ടി. കാരണം ആ ഒരു ശ്വാസം പോലും നമ്മുടെ ജീവിതത്തിനെ മാറ്റിമറിക്കുന്ന ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ്.
നമ്മൾ പ്രകൃതിയിലേക്ക് എന്തൊക്കെ പോസിറ്റീവായിട്ട് കൊടുക്കുന്നുണ്ടോ അതിനൊക്കെ തിരിച്ച് അതിന്റെ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ടുള്ള റിസൾട്ട് പ്രകൃതി നമുക്ക് തിരിച്ചു തരുന്നുള്ളത് ഒരു യൂണിവേഴ്സൽ സത്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു മടിച്ചു നിൽക്കുന്നവർക്ക്, ഇതിനെപ്പറ്റി പറയാൻ ബുദ്ധിമുട്ടുന്നവർക്ക് തീർച്ചയായിട്ടും ഞാൻ 100% സത്യസന്ധമായിട്ട് പറയുന്ന ഈ ഒരു MR മാർക്കറ്റിംഗിന്റെ പ്രൊഡക്റ്റ് നിങ്ങൾ യാതൊരു മടി കൂടാതെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചോ. കാരണം എത്രയും പെട്ടെന്ന് നിങ്ങൾ എത്തിക്കുന്നു അത്രമാത്രം അവർക്ക് അവരനുഭവിക്കുന്ന ആ ഒരു വേദന നിന്നും റിക്കവർ ചെയ്ത് വരാൻ പറ്റുമെന്നാണ്. അതിന് നമ്മളൊരു നിമിത്തമായി മാറുക എന്നുള്ളതാണ്. രണ്ടാമത് ഞാൻ ചെയ്യുന്നൊരു കാര്യം, നമുക്ക് നമ്മുടെ മുൻപിൽ വന്ന നമ്മുടെ ഗ്രേറ്റ് ലീഡേഴ്സ് നമുക്കൊരു വഴി കാണിച്ചു തന്നിട്ടുണ്ട്. എന്താണ് അവരെങ്ങനെയാണ് ഈ ഒരു മാർക്കറ്റിംഗിൽ വിജയിച്ചത്, ഈ ഒരു പ്രൊഡക്റ്റിലൂടെ, ഈ ഒരു പ്രൊജക്റ്റിലൂടെ അവരെങ്ങനെയാണ് സക്സസ് ആയതെന്ന് പറഞ്ഞാൽ നമ്മുടെ റാഫി സർ പറയുന്നത്, സർ ഏറ്റവും കൂടുതൽ ഫോളോ അപ്പ് ചെയ്തൊരു കാര്യം ആഫ്റ്റർ സർവീസ് ആണ്. നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് കൊടുത്താൽ നമ്മൾ കറക്റ്റ് ആഫ്റ്റർ സർവീസ് ചെയ്യുന്നതിന് 2 കാര്യമുണ്ട്. ഒന്ന്, ആ വ്യക്തിക്ക് ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ കൊടുത്ത് നമ്മൾ തിരിച്ചു വന്നാൽ ഇത് അവര് നമ്മളിലേക്ക് ഉപേക്ഷിച്ച് പോയി, ഇതിനെന്തോ സംഭവിച്ചത്, പിന്നെ തിരിഞ്ഞു നോക്കില്ല എന്ന് പറയുമ്പോൾ അവിടെ ഒരു നെഗറ്റീവ് എനർജി ഫീൽ ചെയ്യും. നേരെ മറിച്ച് നമ്മൾ കറക്റ്റ് അവർക്ക് ആഫ്റ്റർ സർവീസ് കൊടുക്കുന്ന സമയത്ത് അവർക്ക് അറിയാം നമ്മുടെ കൂടെ തന്നെ ഈ വ്യക്തിയുണ്ട്, ഈ ഒരു പ്രൊഡക്റ്റ് ആയിട്ട് ബന്ധപ്പെട്ട് ഇതിന് എന്തോ ഒരു സംഭവം ഉണ്ട്, അതുകൊണ്ടാണല്ലോ അവർ തിരിച്ച് രണ്ടാമത് വിളിച്ചു ചോദിക്കും നമുക്ക് എങ്ങനെയുണ്ട്, സുഖമുണ്ടോ എന്നൊക്കെ വിളിച്ച് ചോദിക്കുമ്പോൾ അവർക്ക് അതിനെ പറ്റിയിട്ട് ഒരു എന്താ പറയുക, അവർക്ക് ഓൾറെഡി അവരുടെ മൈൻഡിലും ആ ഒരു പോസിറ്റീവ് മൈൻഡ് വരും, പോസിറ്റീവ് സെറ്റ് വരും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യത്തിലുള്ളൂ, നമുക്കറിയാം ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ ഫസ്റ്റ് കിട്ടുന്ന റിസൾട്ട്, ഞാൻ കൊടുത്ത എല്ലാവരും ഫസ്റ്റ് പറയുന്ന റിസൾട്ട് നല്ല ഉറക്കം കിട്ടിയത് തന്നെയാണ്. ആ ഒരു പോസിറ്റീവ് റിപ്പോർട്ട് നമുക്ക് വരും എന്നുള്ള അറിയുന്നത് കൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ എന്റെ കൂടെ അസോസിയേറ്റ് ചെയ്യുന്ന ഒരുപാട് ലീഡേഴ്സ് ഉണ്ട്. ആ ലീഡേഴ്സിന്റെ ഞാൻ ഡയറക്റ്റ് കൊടുക്കുന്ന ഞാൻ ഡയറക്റ്റ് തന്നെ ആഫ്റ്റർ സർവീസ് ചെയ്യും. അല്ലാതെ എന്റെ കൂടെ വരുന്നവരുടെ ഡയറക്റ്റ് ആണ് ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്ത് അവിടെയാണ് ഞാൻ ഈ പ്രോഡക്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ എന്റെ പ്രസൻസ് തന്നെ ഞാൻ അവരെ നിർത്തിച്ചുകൊണ്ട് അവരെ കൊണ്ട് ആഫ്റ്റർ സർവീസ് ചെയ്യിപ്പിക്കും. എന്താണ് 2 കാരണം ഉണ്ട് അതിന്. എനിക്ക് അറിയാം ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് 100% അവിടെ തിരിച്ചു വരുന്ന റിപ്പോർട്ട് പോസിറ്റീവ് ആണെന്ന്. അത് അനുഭവിക്കുന്നതിന്റെ ആ ഒരു സന്തോഷം അനുഭവിക്കുന്നതിന്റെ ഫീൽ ഉണ്ടല്ലോ, അത് ഞാൻ നേരിട്ട് അനുഭവിച്ച വ്യക്തിയാണ്. അതേ ഫീൽ എനിക്ക് ലഭിച്ചത് കൊണ്ടാണ് എനിക്ക് രണ്ടാമത് മാർക്കറ്റിംഗിലേക്ക് ഇത്ര എനർജിയിൽ പോകാനും മറ്റുള്ളവരിലേക്ക് ഇത്ര എനർജിയോട് സംസാരിക്കാനും പറ്റുന്നത്. ആ ഒരു സന്തോഷം, ആ ഒരു ഫീലിംഗ് എന്റെ കൂടെ അസോസിയേറ്റ് ചെയ്യുന്ന എല്ലാവർക്കും കിട്ടുന്നുള്ള ഒരു നിർബന്ധ ബുദ്ധിയുള്ള കൂട്ടത്തിലാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എന്റെ കൂടെ അസോസിയേറ്റ് വരുന്ന അവരിലൂടെയാണ് ഞാൻ ഈ പ്രൊഡക്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആഫ്റ്റർ സർവീസ് ഞാൻ എന്റെ പ്രസൻസിൽ അവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കും. നിങ്ങൾ വിളിക്കും, ചോദിക്കുന്ന പറ്റ അവരെ കൊണ്ട് ചോദിപ്പിക്കും. കാരണം എന്താണെന്ന് വെച്ചാല് അവർക്ക് ഫസ്റ്റ് ചെയ്യാനൊരു പേടിക്കും, എന്തിനാ ധൈര്യമായിട്ട് വിളിച്ചോ, ഒരു പ്രശ്നം നിങ്ങൾ വിളിക്കും, സംസാരിക്കുമ്പം അവിടുന്ന് കിട്ടുന്ന റിപ്പോർട്ട് അതിന്റെ റിപ്ലൈ വരില്ലോ. അപ്പം അവരുടെ ഫേസിന്റെ ആ ഒരു ചേഞ്ചസ് എനിക്ക് അറിയാൻ പറ്റും, ആ ഒരു സന്തോഷം നമുക്ക് അറിയാൻ പറ്റും. അവരുടെ മുഖത്ത് ഈ സന്തോഷം വരുമ്പം അവരുടെ മനസ്സിനുള്ളിൽ എത്രമാത്രം സന്തോഷമാണ് ഫീൽ ചെയ്യുന്നത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അപ്പൊ അവർക്ക് കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജി ഉണ്ട്. കാരണം അവർ നല്ല ഉറക്കം കിട്ടിയെന്ന് പറയുന്നുണ്ട്, അവർക്ക് ഇങ്ങനെ വേദനക്ക് സുഖം കിട്ടിയെന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ പറയുമ്പോൾ അവർക്ക് കിട്ടുന്ന ആ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, ഈ കൊടുത്ത പ്രൊഡക്റ്റ് കൊടുക്കുമ്പോൾ അവരിൽ നിന്ന് കിട്ടുന്ന ആ പോസിറ്റീവ് വൈബ് അവരിലേക്ക് എത്തിച്ചേരുന്ന ആ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, അത് മതി അന്നത്തെ ദിവസം അവർ മാർക്കറ്റിംഗ് അതിശക്തമായിട്ട് മറ്റുള്ളവരിലേക്ക് പ്രൊമോട്ട് ചെയ്യാൻ. ആ ഒരു ഒറ്റ റീസൺ മതി, ഈ ഒരു പോസിറ്റീവ് ആൻസർ മാത്രം മതി. അത് അവർക്ക് കൂടി ഫീൽ ചെയ്യാൻ ആഫ്റ്റർ സർവീസ് കറക്റ്റ് കൊടുക്കാൻ ഞാൻ ആരാണ് കൊടുത്തത് അവരെ കൊണ്ട് ഞാൻ ചെയ്യിക്കുന്നത്. ഇത് നമ്മൾ എല്ലാവരും നമ്മളിലേക്ക് ഇനി വരുന്ന മാർക്കറ്റിംഗ് ചെയ്യുന്ന സമയത്ത് എല്ലാവരും പാലിക്കാൻ തയ്യാറായി. റാഫി സർ പറഞ്ഞതുപോലെ നമുക്കും എന്ത് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ ഈ ബിസിനസ് പ്രൊമോട്ട് ചെയ്ത് നല്ല രീതിയിൽ സക്സസ് ആവാൻ പറ്റും. ഇത് പ്രൊഡക്റ്റിന്റെ കാര്യമാണ് ഞാൻ ഇത്ര നേരം സംസാരിച്ചുകൊണ്ടിരുന്നത്. രണ്ടാമത് ഞാൻ എന്തുകൊണ്ടാണ് മണിരായി ചൂസ് ചെയ്തത്, എന്റെ ഫോക്കസ് എന്ന് പറഞ്ഞത്, രണ്ടാമത്തെ ഫോക്കസ് എന്ന് പറഞ്ഞത് ഇൻകം തന്നെയാണ്. ഏതൊരു വ്യക്തിയും ഇന്ന് ലൈഫിൽ ആർക്ക് എന്ത് പറഞ്ഞാലും ഏറ്റവും ഫസ്റ്റ് ആയിട്ട് ആരെയും കഴിഞ്ഞാൽ രണ്ടാമത്തത് ഇൻകം തന്നെയാണ്. കാരണം ഈ ഒരു സംഭവം ഉണ്ടെങ്കിൽ തന്നെയാണ് നമ്മുടെ വീടുകളിലേക്ക് ഒരു ചായയായാലും ഒരു ചോറായാലും നമുക്ക് കൊണ്ടുവരുന്നത്. നമുക്ക് ഇൻകം അത്യാവശ്യമാണ്. ഞാനൊരു ടീച്ചിങ് ഫീൽഡിൽ നിന്ന് ഈ ഒരു ബിസിനസ്സിലേക്ക് എന്തുകൊണ്ട് മാറി എന്ന് പറഞ്ഞാൽ ടീച്ചിങ് ഫീൽഡ് മോശമായതുകൊണ്ടോ ഒന്നുമല്ല. ടീച്ചിങ് ഫീൽഡിൽ നിന്ന് ഈ ഒരു MR മാർക്കറ്റിലേക്ക് മാറാനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ 1 മാസം എടുക്കുന്ന എഫേർട്ട്, ആ 1 മാസം എടുക്കുന്ന എഫേർട്ടിന് എനിക്ക് കിട്ടുന്ന സാലറി എത്രയാണ്. ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരു ടീച്ചർ കിട്ടുന്ന സാലറി എത്രയാണ് ഏതൊരു ടീച്ചേഴ്സിനും മനസ്സിലാവും. ആ ഒരു സാലറി എനിക്ക് ഇവിടെ MR മാർക്കറ്റിംഗിൽ ഒരു ദിവസം കൊണ്ട് ഏൺ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഞാൻ MR മാർക്കറ്റിംഗ് ആണ് ചൂസ് ചെയ്യാൻ, ഞാൻ ടീച്ചിങ് ആണ് ചൂസ് ചെയ്യാൻ. തീർച്ചയായിട്ടും ഞാൻ MR മാർക്കറ്റിംഗ് മാത്രമേ ചൂസ് ചെയ്യൂ. കാരണം ഇന്ന് ഡയറക്ട് സെല്ലിംഗ് മേഖലയിൽ നമുക്ക് നിസ്സംശയം തന്നെ പറയാം, ഏറ്റവും കൂടുതൽ ഡയറക്ട് സെല്ലിംഗ് മാർക്കറ്റിൽ പേ ഔട്ട് കൊടുക്കുന്ന നമ്പർ 1 കമ്പനി ഏതാണെന്ന് ചോദിച്ചാൽ ദ വൺ ആൻഡ് ഓൺലി MR മാർക്കറ്റിംഗ് ആണ് നമുക്ക് നിസ്സംശയം പറയാം. കാരണം ഇത്രയും പവർഫുൾ ആയിട്ട് ഇൻകം കൊടുക്കുന്ന
കസ്റ്റമേഴ്സ് ഇൻകം കൊടുക്കുന്ന ഏതൊരു ബിസിനസിന് പോലും ഇത്രയും പവർഫുൾ ആയിട്ട് ഇൻകം കൊടുക്കുന്ന ഒരു കമ്പനിയും ഇന്ന് നിലവിലില്ല എന്ന് തന്നെ നിസ്സംശയത്തിന് നമുക്ക് പറയാൻ പറ്റും. കാരണം ഞാൻ വരുന്ന ആ ഇൻകം പ്ലാനിലേക്കാണ് ഞാൻ വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ കൂടുതൽ ഡീപ്പായിട്ട് ഇതിനെപ്പറ്റി പറയുന്നില്ല. കാരണം ഓൾറെഡി ഇൻകം പ്ലാൻ ഹരി സാർ ഒക്കെ നല്ല അടിപൊളിയായിട്ട് ഇതിന്റെ ഇൻകം പ്ലാൻ നമുക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ എന്താണോ ഈ MR മാർക്കറ്റിംഗ് ചെയ്തത് ആ കാര്യം മാത്രമേ ഞാൻ ഇവിടെ സംസാരിക്കുന്നുള്ളൂ. ഓൾറെഡി ഇൻകം പ്ലാന് ഇന്നൊരു ഡയറക്ട് സെൽ എന്ന് പറയുന്നത് നമുക്കറിയാം. നെറ്റ്വർക്ക് സിസ്റ്റം എന്ന് പറയുന്നത് നമുക്കൊരു കൂട്ടായ്മയുടെ ബിസിനസ് ആണ് അല്ലെ. ഇന്ന് ടീച്ചിങ് പ്രൊഫഷൻ എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന അറിവ്, ടീച്ചറിന്റെ ഒരു കടമ എന്ന് പറയുന്നത് നമുക്ക് എന്താണ് അറിവ് കിട്ടുന്നത് അത് നമ്മൾ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുക എന്നാണ് ടീച്ചർ എന്നൊരു വാക്കിന് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്. ആ കിട്ടുന്ന അറിവ് നമ്മൾ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുന്നുണ്ട്. അവിടെ എന്റെ ലേബൽ ടീച്ചർ എന്നാണ്. ഞാൻ അതേ സിസ്റ്റം തന്നെയാണല്ലോ ഇവിടെ ചെയ്യുന്നത്. എനിക്ക് എന്താണോ കിട്ടിയ അറിവ്, അത് പ്രൊജക്റ്റ് ആയാലും പ്രൊഡക്റ്റ് ആയാലും എനിക്ക് എന്താണ് കിട്ടിയ അറിവ് ഇത് ഞാൻ മറ്റുള്ളവരിലേക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് അവിടെ എന്റെ കാറ്റഗറി ഞാൻ ചെയ്യുന്ന സംഭവം ഒന്ന് തന്നെയാണ്, ടീച്ചിങ് തന്നെയാണ് ഞാൻ ഇവിടെയും ചെയ്യുന്നത്. അത് തന്നെ ഞാൻ മറ്റുള്ളവരിൽ പറഞ്ഞു. പക്ഷെ അവിടെ കാറ്റഗറി ലേബൽ മാറുന്നു. അവിടെ എന്നെ ടീച്ചർ എന്നുള്ള ഒരു പ്രൊഫഷനിലേക്ക് എന്നെ വിളിക്കുന്ന സമയത്ത് ഇവിടെ എന്നെ വിളിക്കുന്നത് ഞാനൊരു നെറ്റ് വർക്കർ ആണെന്ന്, ഞാനൊരു ഡയറക്ട് സെല്ലിംഗ് മേഖല ഒരു നെറ്റ് വർക്കർ ആണെന്ന് പറയുന്നത് എനിക്ക് വളരെ അഭിമാനമുണ്ട്. ഞാനൊരു നെറ്റ് വർക്കർ ആണെന്ന് പറയുന്നത്. കാരണം ഇന്ന് നെറ്റ് വർക്ക് ഇനി പരിശോധിച്ചാൽ, ഇനി വരുന്ന കാലഘട്ടത്തിൽ പരിശോധിച്ചാൽ ഒരു നെറ്റ് വർക്കർ എന്ന് പറയുന്നതിൽ നമുക്ക് അഭിമാനം കൊള്ളണം. കാരണം ഇന്ന് ഏറ്റവും കൂടുതൽ ഈ നെറ്റ്വർക്ക് ബിസിനസ്സിലൂടെ ഏൺ ചെയ്യാൻ പോകുന്നത് സ്ത്രീകൾ തന്നെയാണെന്ന് നമുക്ക് ഓൾറെഡി പറഞ്ഞ് ഒരുപാട് സൂമിലും മറ്റുള്ള കാര്യങ്ങളിലും നമുക്ക് കേട്ടോണ്ടിരിക്കുന്ന ഒരു അറിവാണ്. സ്ത്രീകളാണ് ഈ ഒരു ബിസിനസ്സിൽ ഏറ്റവും കൂടുതൽ തിളങ്ങാൻ പോകുന്നത്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം നമ്മുടെ MR മാർക്കറ്റിംഗ് തന്നെയുണ്ട്. ഇന്ന് MR മാർക്കറ്റിന്റെ MD നിതിൻ മഞ്ചപ്പ എന്ന നമ്മുടെ ഗ്രേറ്റ് MD നിതിൻ മഞ്ചപ്പ സാറാണെങ്കിൽ അദ്ദേഹത്തിന്റെ കൂടെ തോളോട് തോൾ ചേർന്നിരിക്കുന്ന നമ്മുടെ MR മാർക്കറ്റിന്റെ CEO ഒരു ലേഡിയാണ്, മിസ്സിസ് ഹർഷിത മേഡം അല്ലെ. ഇനി രണ്ടാമത് നമ്മുടെ ടീം സൗത്ത് ഇന്ത്യൻ ടീമിനെ വെച്ച് നോക്കുകയാണ്. പവർഫുൾ ആയിട്ടുള്ള നമ്മുടെ ഗ്രേറ്റ് പില്ലേഴ്സ് ആയിട്ടുള്ള മുഹമ്മദ് റാഫി സാറും സർ അടക്കമുള്ള ഒരുപാട് JP സർ, RK സർ, അങ്ങനെ ഒരുപാട് ആൾക്കാർ ഗ്രേറ്റ് ആയിട്ടുള്ള ലീഡേഴ്സിനെ കൂടെ പവർഫുൾ ആയിട്ട് ഒരു ലേഡി ഉണ്ട് നമ്മുടെ ഷംന മേഡം. നമ്മുടെ ലേഡീസിനൊക്കെ വളരെ ഇൻസ്പിറേഷൻ ആയിട്ട് മാറി, നമുക്കൊക്കെ റോൾ മോഡൽ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഷംന മേഡം അതൊരു ലേഡിയാണ്. അവർ ഈ ഒരു ബിസിനസ്സിലൂടെ സക്സസ് ആണെന്ന് തെളിയിച്ച വ്യക്തിയാണ്. ഇനി സൗത്ത് ഇന്ത്യയിൽ മാത്രമല്ല, നമുക്ക് നമ്മുടെ സൗത്ത് ഇന്ത്യൻ ടീമിന്റെ ഏതൊരു BOP സെന്ററിൽ പോയി നോക്കിയാൽ കാണാൻ പറ്റും. ആ BOP സെന്ററിൽ ഏറ്റവും കൂടുതൽ പ്രാതിനിധ്യം ആരാണെന്നുള്ളത് ചോദിച്ചാൽ നമുക്ക് കാണാൻ പറ്റും. അവിടെയും ഏറ്റവും കൂടുതലുള്ളത് ലേഡീസിന്റെ പങ്കാളിത്തത്തെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി എന്റെ കാര്യം പറയുകയാണെങ്കിൽ എന്റെ കൂടെ അസോസിയേറ്റ് ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ പങ്കാളിത്തത്തിൽ സ്ത്രീകൾ തന്നെയാണ്. അപ്പം ഒരു സ്ത്രീ ഒരു ബിസിനസ് ഈ ഒരു നെറ്റ്വർക്ക് സിസ്റ്റത്തിലേക്ക് വരുന്ന സമയത്ത് സക്സസ് ആവുന്നുള്ളതിന്റെ യാതൊരു സംശയമില്ല. ഐ ആം എ നെറ്റ്വർക്ക്. എനിക്ക് ആ പറയുന്നത് കൊണ്ട് ഭയങ്കര അഭിമാനം തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു നെറ്റ്വർക്ക് സിസ്റ്റത്തിലൂടെ നല്ല രീതിയിൽ ഏൺ ചെയ്യാൻ പറ്റുന്ന ഓൾറെഡി എനിക്ക് ഈ കുറഞ്ഞ ദിവസങ്ങൾ തന്നെ മനസ്സിലാക്കാൻ പറ്റി. മറ്റുള്ള ഫീൽഡിൽ നിന്നും ഏൺ ചെയ്തതിനേക്കാളും 10 മടങ്ങ് സ്പീഡിൽ എനിക്ക് ഈ ഒരു MR മാർക്കറ്റിംഗിലൂടെ ഏൺ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അത് നമ്മൾ സിമ്പിൾ ആയിട്ട് ഇത്ര മാത്രമേ ചെയ്യേണ്ടുള്ളൂ. നമുക്ക് കമ്പനിയിൽ നിന്ന് 2 പേ ഔട്ടാണ് ലഭിക്കുന്നത്. രാവിലത്തെ 5 മണി മുതൽ വൈകുന്നേരത്തെ 5 മണി വരെയും, വൈകുന്നേരത്തെ 5 മണി മുതൽ രാവിലത്തെ 5 മണി വരെയാണ് നമുക്ക് പേ ഔട്ട് ലഭിക്കുന്നത്. അത് മാത്രമല്ല നമുക്ക് ഡെയിലി പേ ഔട്ട് ഉണ്ട്, വീക്ക്ലി പേ ഔട്ട് ഉണ്ട്, മന്ത്ലി പേ ഔട്ട് ഉണ്ട്. ഇതിന് പുറമെ നമുക്ക് ഈ ഒരു PV, നമുക്കറിയാം ഏതൊരു സംഭവത്തിനും ഒരു PV റേറ്റ് ആയിരിക്കും നമുക്ക് ഇൻകം തരുന്നത്. നമ്മുടെ PV എന്ന് പറയുന്നത് ഒരു PVക്ക് 33 പൈസയാണ്. നമുക്ക് ഈ കമ്പനിയിലേക്ക് ജസ്റ്റ് ഒരു കസ്റ്റമറായിട്ട് ജോയിൻ ചെയ്യാം. പക്ഷെ നമ്മൾ ഇവിടെ വരുന്ന കസ്റ്റമറായി ജോയിൻ ചെയ്യാനല്ല, നമ്മളൊരു ബിസിനസ് ചെയ്യാനാണ് വരുന്നത്. അപ്പം ബിസിനസ്സുകാരന്റെ മൈൻഡ് സെറ്റോട് കൂടി വേണം നമ്മൾ ഈ ബിസിനസ്സിനെ ഏറ്റെടുക്കാൻ. അതിനുവേണ്ടി ചെയ്യേണ്ട ഇത്രേ കാര്യമുള്ളൂ. നമുക്ക് 4000 രൂപയുടെ സ്റ്റെംസിൽ വാങ്ങി നമുക്ക് എന്ത് ചെയ്യാം, ഐഡിയ അടിക്കാം. 4000 രൂപക്ക് 1000 PV ഉള്ളൂ. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മളൊരു ബിസിനസ് ആണ്. ഞാൻ ഒരിക്കലും 4000 രൂപയുടെ ഐഡിയ പ്രൊമോട്ട് ചെയ്യുന്നില്ല. കാരണം ഒരു ബിസിനസ് വുമൺ ആണെങ്കിൽ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത് മിനിമം 10,499 രൂപയുടെ ഒരു സിംഗിൾ പാക്കേജാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ടത്. കാരണം നമ്മൾ എന്തെങ്കിലും ഒരു സാധനം മറ്റുള്ളവരിലേക്ക് കൊടുക്കണ്ടേ, നമ്മുടെ കസ്റ്റമർക്ക് കൊടുക്കണ്ടെങ്കിൽ ആ കസ്റ്റമറും ഹാപ്പി ആയിരിക്കണം, നമ്മളും ഹാപ്പി ആയിരിക്കണം. അങ്ങനെ ചെയ്യുന്നവർ മാത്രമേ നമ്മൾ ഈ ബിസിനസ് ചെയ്യുന്നത് കൊണ്ടുള്ള അർത്ഥമുള്ളൂ. ഓൾറെഡി നമ്മളൊരു ഐഡി വെച്ചു, ഒരു 10,499 രൂപയുടെ ഐഡി വെച്ചു. കമ്പനി പറയുന്ന ഒരു ക്രൈറ്റീരിയ ഉണ്ട്. നമ്മൾ അവിടെ ബിഗിനർ സ്റ്റേജിലാണ്. കമ്പനി പറയുന്ന ഒരു ക്രൈറ്റീരിയ ഉണ്ട്. 3000 PV ലെഫ്റ്റും 3000 PV റൈറ്റ് ഓർഗനൈസേഷൻ നമ്മൾ പെയർ മാച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് വെൽക്കം ബോണസ് ആയിട്ട് 750 രൂപ കിട്ടുന്നു. ഈ ഒരു 3000 PVക്ക് നമുക്ക് 9,999 രൂപയുടെ ബ്ലാങ്കറ്റ് ഉണ്ട്. ബ്ലാങ്കറ്റ് മോശമായത് കൊണ്ട് ഒന്നുമല്ല. ഈ 9,999 രൂപയ്ക്ക് നമുക്ക് 3000 PV മാച്ച് ചെയ്യാം. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, അതിന്റെ കൂടെ ജസ്റ്റ് ഒരു 1000 രൂപ കൂടി ആഡ് ചെയ്താൽ 10,499 രൂപ
ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മൾ ആ ഫാമിലിയിലേക്ക് കൊടുക്കുമ്പോൾ അതിന്റെ കോംബോ പാക്കേജ് അവർക്ക് കിട്ടുന്നുണ്ട്. ഒരു മാട്രസ് പാഡ് ഉണ്ട്, പില്ലോ പാഡ് ഉണ്ട്, വാട്ടൻചി പാഡ് ഉണ്ട്, റിസ്റ്റ് ബാൻഡ് ഉണ്ട്, ബ്രേസ്ലെറ്റ് ഉണ്ട്. ഇത്രയും നമ്മൾ കോംബോ ആയിട്ട് കൊടുക്കുമ്പോൾ അവരും ഹാപ്പി, നമ്മളും ഹാപ്പി. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ബിസിനസിനെ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യാം. രണ്ടാമത് ഞാൻ കൊടുക്കുന്ന പ്രൊഡക്റ്റ് 18,500 രൂപയുടെ ഫാമിലി കിറ്റാണ്. 18,000 രൂപയുടെ ഫാമിലി കിറ്റ് കിട്ടുന്നുണ്ട്. പക്ഷെ അതിൽ ഫുൾ മാട്രസ് ആയതുകൊണ്ട് തന്നെ ചില ആളുകൾക്ക് യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അതിന്റെ സിംഗിൾ പാക്കേജ് ആയിട്ട് കുറച്ചും കൂടി കംഫർട്ടാണ് അവർക്ക് യൂസ് ചെയ്യാൻ, ഫാമിലിയിലേക്ക് യൂസ് ചെയ്യാൻ. 18,500 രൂപയുടെ 500 രൂപ മാത്രമേ അതിന്റെ അധികം കൊടുക്കേണ്ടുള്ളൂ. രണ്ട് സിംഗിൾ പാക്കേജ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് 7,500 PV ലഭിക്കുന്നുണ്ട്. ഇത് എങ്ങനെയാണ് നമുക്ക് ഇൻകം കിട്ടുന്നത് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു 3000 PV ലെഫ്റ്റ് ഓർഗനൈസേഷൻ, 3000 PV റൈറ്റ് ഓർഗനൈസേഷൻ വരുന്ന സമയത്ത് നമുക്ക് വെൽക്കം ബോണസ് ആയിട്ട് 750 രൂപ കമ്പനി നൽകുന്നുണ്ട്. എന്നാൽ കമ്പനി പറയുന്ന ഒരു ഓഫർ, ഈ 3000 PV ഈ ക്രൈറ്റീരിയ നമ്മൾ മാച്ച് ചെയ്യുന്നത് ഒരു വീക്കിനുള്ളിലാണ്, ഒരാഴ്ചക്കുള്ളിലാണെങ്കിൽ കമ്പനി എന്ത് ചെയ്യേണ്ടത്, 5000 രൂപ വാല്യുള്ള വെൽനസ് കിറ്റ് നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് നൽകുന്നുണ്ട്. ഇന്ന് നമുക്ക് പറയാം, നിസ്സംശയം പറയാം, ഏതൊരു നെറ്റ്വർക്കിലും ഇങ്ങനെ ഒരാഴ്ചനെ കൊണ്ട് ക്രൈറ്റീരിയ ഓൺ ചെയ്തെന്നുള്ള ലേബലിൽ ഇത്രയും വാല്യുള്ള പ്രൊഡക്റ്റ് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നില്ല. ഒരു ബിഗിനറെ സംബന്ധിച്ച് ഇത്രയും നല്ലൊരു ഓഫർ വേറെ എവിടെയും കിട്ടാനില്ല. അതുകൊണ്ട് തന്നെ MR കമ്പനി എടുത്തു വെക്കുന്ന ഓരോ ചുവടുവെപ്പും നമ്പർ വൺ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ തീരുന്നില്ല. ഇത് ജസ്റ്റ് ക്രൈറ്റീരിയ ഓൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് SP എന്ന ലെവലിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതായത് സെയിൽസ് പ്രൊമോട്ടർ റാങ്കിലേക്ക് നമ്മൾ മാറുന്നുണ്ട്. അവിടെ നിന്ന് മുതലാണ് നമ്മുടെ ശരിയായ ഇൻകം വരുന്നത്. അതായത് ലെഫ്റ്റ് ഓർഗനൈസേഷൻ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ഒരു സിംഗിൾ കിറ്റാണ് 10,499 രൂപയുടെ സിംഗിൾ കിറ്റാണ് പ്രൊമോട്ട് ചെയ്യുന്നതെങ്കിൽ 3,500 PV റൈറ്റ് ഓർഗനൈസേഷനും അതേപോലെ 3,500 PV ലെഫ്റ്റ് ഓർഗനൈസേഷനും അത് നമ്മളോ നമ്മുടെ ടീം അംഗങ്ങളിലോ കൂടിയോ പെയർ മാച്ച് ചെയ്യുമ്പോൾ, ഈ ഒരു പെയർ മാച്ച് ചെയ്യുമ്പോൾ നമുക്ക് യാതൊരു കണ്ടീഷനും കൂടാതെ 2,310 രൂപ, ഈ 2,310 രൂപ നമുക്ക് ലഭിക്കുന്നത് ഈ ഒരു കമ്പനിയിലെ എന്നെ അട്രാക്റ്റീവ് ചെയ്ത ഏറ്റവും നമ്പർ 1 പോയിന്റ് എന്നുള്ളത് ഈ ഒരു കണ്ടീഷൻ ഇല്ല എന്നതാണ്. കാരണം നമുക്കറിയാം, ഒരു കണ്ടീഷൻ, ഒരു ടാർഗറ്റ് വെച്ചാൽ ഇത്ര ടൈം ലിമിറ്റ് കൊണ്ട് നമ്മൾ ഈ രണ്ട് പ്രൊഡക്റ്റ് പെയർ മാച്ച് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഭയങ്കര ടെൻഷനാണ്. കാരണം നമ്മൾ അതുവരെ എടുത്ത ആ ഒരു എഫേർട്ട് അവിടെ ഒരു ജസ്റ്റ് ഒരു 5-10 മിനിറ്റിന്റെ ഡിഫറൻറ്റില് അത് നഷ്ടപ്പെടാന്ന് പറഞ്ഞാല് കംപ്ലീറ്റ് നമ്മൾ അന്നെടുത്ത എഫേർട്ട് കംപ്ലീറ്റ് വെള്ളത്തിലാവുന്ന മാതിരി. കാരണം അപ്പോഴത്തേക്ക് കംപ്ലീറ്റ് മൂഡ് ഓഫ് ആയി, നമ്മുടെ കൂടെ വന്നവർ മൂഡ് ഓഫ് ആയി, പ്രശ്നമായിരിക്കും. എന്നാൽ ഇവിടെ MR മാർക്കറ്റിംഗ് എടുത്തു വെച്ച ഏറ്റവും നമ്പർ 1 കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, എനിക്ക് അവരുടെ ഈ നമ്മുടെ MR മാർക്കറ്റിന്റെ ഏറ്റവും പ്ലസ് പോയിന്റ് ആയിട്ട് തോന്നിയ ഒരേ ഒരു കാര്യമാണ് ഈ യാതൊരു കണ്ടീഷൻ ഇല്ലാണ്ട്, നമ്മളെ ഏതൊരു തുടക്കാനും യാതൊരു കണ്ടീഷൻ ഇല്ലാണ്ട് അവരെന്താണോ മാർക്കറ്റിൽ ഇട്ട എഫേർട്ട് അതിന് തിരിച്ച് 10 മടങ്ങായിട്ട് അവരുടെ 1 രൂപ പോലും നഷ്ടപ്പെടാണ്ട് അവർക്ക് പേ ഔട്ട് കൊടുക്കുന്നതാണ് MR മാർക്കറ്റിന്റെ നമ്പർ 1 റിസൾട്ട് ആയിട്ട് ഞാൻ പ്ലസ് പോയിന്റ് ആയിട്ട് ഞാൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ പെയർ മെച്ച് 3,500 രൂപ 3,500 PV ലെഫ്റ്റ് 3,500 PV റൈറ്റും പെയർ മെച്ച് എപ്പം പെയർ മെച്ച്, അത് നാളെ ആയിക്കോട്ടെ മറ്റന്നാളെ ആയിക്കോട്ടെ ഒരാഴ്ച കഴിഞ്ഞായിക്കോട്ടെ ഒരു മാസം കഴിഞ്ഞാലും നമുക്ക് കിട്ടേണ്ട പേ ഔട്ട് കറക്റ്റ് കമ്പനി 2,310 രൂപ 2% TDS കട്ട് ചെയ്ത് നമ്മുടെ അക്കൗണ്ടിലേക്ക് തരുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, ഈ ഒരു പെയർ മാച്ച് നടക്കുന്നത്, ഈ ഒരു 3,500 PVയുടെ പെയർ മാച്ച് നടക്കുന്നത് ഒരു വീക്കിനുള്ളിലാണെങ്കിൽ, അതും നമ്മൾ ഡയറക്റ്റ് ആണ് റെഫറൽ ചെയ്യുന്നതെങ്കിൽ, ഈ ഡയറക്റ്റ് റെഫറൽ നമ്മൾ നേരിട്ട് കൊടുക്കുന്നതാണ് ഈ കമ്പനി. അതിന്റെ കൂടെ അഡീഷണൽ ആയിട്ട് 750 രൂപ ഡയറക്റ്റ് റെഫറൽ ഇൻകം ആയിട്ട് തരുന്നുണ്ട്. അതായത് ടോട്ടൽ 1,500 രൂപ, 2,310 പ്ലസ് 1,500 3,810 രൂപ കമ്പനി 2% TDS കട്ട് ചെയ്ത് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നുണ്ട്. പ്യോർ വൈറ്റ് മണി ആയിട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ ID വെച്ചാൽ നാളെ നമുക്കത് നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട്. ഇത്രയും നമ്പർ 1 ആയിട്ട് ഇൻകം സെറ്റ് ചെയ്തതിന് വേറൊരു കമ്പനി ഇല്ല എന്ന് തന്നെ പറയാം. ഇവിടെ തീരുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളൊരു ഫാമിലിയിലേക്കാണ് ഈ പ്രൊഡക്റ്റ് കൊണ്ടുപോയി കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ സിംഗിൾ പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യുന്നതിന് പകരം നമ്മൾ ആ ഫാമിലിയിലേക്ക് ഫാമിലി പ്രൊഡക്റ്റ് കൊടുക്കുമ്പോൾ ആ ഫാമിലിക്കും ബെനിഫിറ്റ് ഉണ്ട്. കാരണം 10,490 രൂപ, അറൌണ്ട് 10,500 രൂപയുടെ പ്രൊഡക്റ്റ് നമ്മൾ അവിടെ കൊണ്ടുപോയി കൊടുക്കുന്ന സമയത്ത് 2 പേരിലേക്ക് എത്തുമ്പോൾ മിനിമം 21,000 രൂപ നമ്മൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്യണം. അതിന് പകരം ഒരു ഫാമിലിയിലേക്ക് നമ്മൾ കൊടുക്കുന്ന സമയത്ത് വെറും 18,500 രൂപ അവർക്ക് അവിടെ തന്നെ നല്ല രീതിയിൽ ലാഭം ഉണ്ടാകുന്നുണ്ട്. ഈ കസ്റ്റമറിന് നല്ല രീതിയിൽ ലാഭമുണ്ട്. നമ്മളെ സംബന്ധിച്ചിട്ട് നമുക്ക് 3,500 PV എന്നുള്ളത് 7,500 PVയിലേക്ക് വരുന്നു. 7,500 PVയിലേക്ക് വരുന്നതിന് ഗുണം എന്താന്ന് പറഞ്ഞാൽ, ലെഫ്റ്റ് ഓർഗനൈസേഷൻ നമുക്ക് 7,500 PV, റൈറ്റ് ഓർഗനൈസേഷനിൽ 7,500 PV പെയർ മാച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ അന്നത്തെ വരുമാനം
4950 രൂപ, അറൌണ്ട് 5000 രൂപയുടെ അടുത്താണ് നമുക്ക് ലഭിക്കുന്നത്. ഇന്ന് നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ മതി, ഏതൊരു ബിസിനസ് ചെയ്യുന്നതിനും ഒരു ഹാഫ് ഡേ ഇൻകം ആണ് 4050 രൂപ പെർ ഡേ എങ്കിൽ. ഹാഫ് ഡേ ഇൻകം എന്നുള്ളത് ഒരു 5000 രൂപ നമുക്ക് ഇന്നൊരു ആവശ്യമുണ്ട്, അല്ലെ നാളെ ആവശ്യമുണ്ട്. നമ്മൾ ഇന്ന് മാർക്കറ്റിംഗ് പണിയെടുത്ത് രണ്ട് കുടുംബത്തിലേക്ക് ഈ രണ്ട് പ്രൊഡക്റ്റ് ഒന്ന് എത്തിച്ചു നൽകേണ്ട കാര്യമേ ഉള്ളൂ. നാളെ രാവിലെ നമ്മുടെ അക്കൗണ്ടിൽ 5000 രൂപ ക്രെഡിറ്റ് ആണ്. അത് നമ്മൾ ഡയറക്റ്റ് ആണ് കൊടുക്കുന്നുണ്ടെങ്കിൽ 5000 രൂപയല്ല നമുക്ക് ലഭിക്കുന്നത്. ഡയറക്റ്റ് റെഫറൽ ആണെങ്കിൽ 1000 + 1000 2000 രൂപ റെഫറൽ ലിങ്ക് ആയിട്ട് നമുക്ക്, അതായത് സ്പോൺസറിംഗ് ആയിട്ട് നമുക്ക് ലഭിക്കുമ്പോൾ അറൌണ്ട് 7000 രൂപയുടെ അടുത്ത് നമുക്ക് ഈ വരുമാനം കിട്ടുന്നത്. ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ, ഹാഫ് ഡേ ഇൻകം ആണ് 7000 രൂപ. പെർ ഡേ ഇൻകം, അതായത് രാവിലത്തെ കട്ട് ഓഫിലും വൈകുന്നേരത്തെ കട്ട് ഓഫിലും നമ്മൾ വെക്കുകയാണെങ്കിൽ 4 സെയിൽ നമ്മളോ നമ്മുടെ ടീം അംഗങ്ങളോ കൊടുക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മൾ ഈ നെറ്റ്വർക്ക് സിസ്റ്റം ബിൽഡ് ചെയ്യുന്നത് മാൻ പവർ ഡ്യൂപ്ലിക്കേഷൻ അറിയാം. അതായത് നമ്മുടെ വർക്കിംഗ് ഹൗസ് കൂട്ടുന്ന ഒരു പരിപാടിയാണ് നമ്മൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ കൂടെ വന്ന് അസോസിയേറ്റ് ചെയ്യുന്നവരും നമ്മളെ പോലെ സീരിയസ് ആയിട്ട് ഈ ബിസിനസ് ഏറ്റെടുക്കുന്ന സമയത്ത് അവരിലൂടെ ഈ ബിസിനസ് നടക്കും. അവരും ഈ മാർക്കറ്റിംഗ് ചെയ്യുന്ന സമയത്ത് അവരിലൂടെ ഈ ബിസിനസ് നടക്കുന്ന സമയത്ത് അവിടെയും ഈ പെയർ മാച്ച് നടക്കും. അതിന്റെ ഫലമായി രാവിലത്തെ കട്ട് ഓഫും ഈവനിങ് കട്ട് ഓഫും നമുക്ക് പെയർ മാച്ച് നടക്കുന്ന സമയത്ത് രാവിലെ നമുക്ക് 5000 രൂപ, വൈകുന്നേരത്തെ കട്ട് ഓഫിൽ 5000 രൂപ, ഒരു ദിവസം പെർ ഡേ ഇൻകം 10000 രൂപ ഈസി ആയിട്ട് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു നമ്പർ വൺ പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. പെർ ഡേ ഇൻകം 10000 എന്നുള്ളത് ഇന്ന് നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ മതി. നമ്മൾ മറ്റു ഷോപ്പുകളിലും മറ്റും പണിയെടുക്കുന്ന സമയത്ത് ഒരു മാസം എത്ര സാലറി കിട്ടും നോക്കിയാൽ ആ ഒരു മാസത്തെ സാലറിയും നമുക്കിവിടെ ഒരു ദിവസം കിട്ടുന്ന സാലറിയും വെച്ചൊന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ, ഞാൻ വൈ ചൂസ് മണിരായ, എന്തുകൊണ്ട് മണിരായ ചൂസ് ചെയ്യുന്നതിന്റെ ഏറ്റവും വ്യക്തമായ ആൻസർ ആണ് ഇന്നിവിടെ ഒരു ദിവസം 10000 രൂപ ഇവിടെ ജസ്റ്റ് ഒരു വർക്ക് ചെയ്ത രണ്ട് പ്രൊഡക്റ്റ് മറ്റുള്ളവരിലേക്ക് എത്തിച്ച് എനിക്ക് കിട്ടുന്നുള്ളത്. അത്രയും പ്ലാറ്റ്ഫോം, അത്രയും സ്ട്രോങ് ആയ ഒരു പ്ലാറ്റ്ഫോം നമ്മൾ എത്തിച്ചത്. തീർന്നില്ല ഇവിടെ. നമ്മൾ ആഴ്ചയില് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി, ആഴ്ചയിൽ 2 പ്രൊഡക്റ്റ് നമ്മളിലൂടെ നമ്മൾ കൊടുക്കുന്നത് നമുക്ക് 5000 രൂപ കിട്ടുന്നത്. ഒരു മാസത്തില് 4 ആഴ്ചയുണ്ട്. നമ്മളോ നമ്മുടെ ടീം അംഗങ്ങളോ ആഴ്ചയിൽ 2 പ്രൊഡക്റ്റ് സെയിൽ ചെയ്താൽ പോലും നമുക്ക് കിട്ടുന്നത് 36000 രൂപയാണ്. എങ്ങനെയാ കിട്ടുന്നത് വെച്ചാല് നമുക്കറിയാം, ഹാഫ് ഡേ ഇൻകം 5000 രൂപ പ്ലസ് 2000 രൂപ നമുക്ക് സ്പോൺസർ ഇൻകം 7000 രൂപ, 7000 + 7000 14000 രൂപ ഇൻറ്റു 4 ആഴ്ച ഒന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. 36000 രൂപ മാസത്തില്, ആഴ്ചയിൽ 2 സെയിൽ വെച്ചാൽ ഒരു മാസത്തില് 36000 രൂപ ഇങ്ങനെ പോലും നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. ഇതൊരു ബിസിനസിനെ സംബന്ധിച്ച് ഇതെല്ലാം നമ്മുടെ ഇൻകം, വരുന്ന ഇൻകം കൂടി കേട്ടാൽ മനസ്സിലാവും. കാരണം ഈ ഒരു പെർ മാച്ച് നടക്കുന്ന സമയത്ത് നമുക്ക് SP-യിലാണ് ഈ ഒരു ബിസിനസ് നടന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ ക്യാപ്പിംഗ് ലിമിറ്റ് എന്നുള്ളത് 5000 എന്നുള്ള ഒരു ക്യാപിറ്റൽ ലിമിറ്റേക്കാണ് നമുക്ക് പോകുന്നത്. അതായത് ഇന്ന് നമ്മൾ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ടീം ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന ബിസിനസ് കൂടാതെ നമ്മുടെ കൂടെ അസോസിയേറ്റ് ചെയ്യുന്ന അവരും ബിസിനസ് ചെയ്യുന്നതിലൂടെ പെർ ഡേ നമുക്ക് 1ഉം 2ഉം സെയിൽ നടക്കും. അതായത് ലെഫ്റ്റ് ഓർഗനൈസേഷൻ 2, റൈറ്റ് ഓർഗനൈസേഷൻ 2 സെയിൽ ഒരേ ദിവസം നടക്കുന്ന സമയത്ത് കമ്പനി എക്സ്ട്രാ പെർഫോമൻസ് ആയിട്ട് 1000 രൂപ നമുക്ക് തരുന്നുണ്ട്. അതിനകത്ത് 4 സെയിലാണ് പെർ ഡേ മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് 3000 രൂപ കമ്പനി എക്സ്ട്രാ തരുന്നുണ്ട്. അതിനകത്ത് ഒരു 8 സെയിലാണ് പെർ മാച്ച് നടക്കുന്നുണ്ടെങ്കിൽ 5000 രൂപ, അത് 10 സെയിലാണ് നടക്കുന്നുണ്ടെങ്കിൽ 7000 രൂപ. ഒന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. 7000 രൂപ പെർഫോമൻസ് ബോണസ് പ്ലസ് ഹാഫ് ഡേ ഇൻകം 4950 ഈക്വൽ ടു 12000 രൂപ ഹാഫ് ഡേ ഇൻകം ആണ്. 12000 + 12000 24000 രൂപ ഒരു സെയിൽസ് പ്രൊമോട്ടർ റാങ്കിലിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഈസി ആയിട്ട് പെർ ഡേ ഇൻകം ആയിട്ട് 24000 രൂപ ഏൺ ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് പ്ലാറ്റ്ഫോമിലേക്കാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. കൂടാതെ ഈ ഒരു റാങ്ക്, നമ്മൾ അടുത്ത റാങ്കായ SH റാങ്ക് ഉണ്ട്. SH റാങ്കിലാണെങ്കിൽ ഈ 5000 എന്നുള്ള ക്യാപ്പിംഗ് ലിമിറ്റ് 7500ലേക്ക് മാറുന്നുണ്ട്. ആ SH റാങ്കിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാല്, നമുക്ക് SH റാങ്ക് കിട്ടാൻ ജസ്റ്റ് നമ്മുടെ കൂടെ അസോസിയേറ്റ് ചെയ്യുന്ന നമ്മുടെ റൈറ്റും ലെഫ്റ്റുമായിട്ട് 18000 രൂപ, അതായത് 7500 PV ഉള്ള ആൾക്കാർ നമ്മൾ ഡയറക്റ്റ് റെഫർ ചെയ്താൽ അതിലൂടെ വരുന്ന ടീം അംഗങ്ങൾ ഒരു 30 പെയർ മാച്ച് ലെഫ്റ്റ് 30 പെയർ മാച്ച് റൈറ്റ് നടക്കുന്ന സമയത്ത്, അതും ഈ 7500 PV-യുടെ പെയർ മാച്ചിങ് ആണ് നടക്കുന്നതെങ്കിൽ നമ്മൾ ഡയറക്റ്റ് SH റാങ്കിലേക്ക് മാറും. ഈ SH റാങ്കിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാല്, ഇന്ന് നമുക്ക് 2 സെയിൽ നടക്കുമ്പോൾ 1000 രൂപ തന്നെയാണ് SH റാങ്കിൽ കിട്ടുന്നത്. കൂടാതെ 4 സെയിൽ നടക്കുന്ന സമയത്ത് അവിടെ ലഭിക്കുന്നത് 4000 രൂപയാണ്. 8 സെയിൽ നടക്കുന്ന സമയത്ത് 6000 രൂപ ലഭിക്കുന്നുണ്ട്. 10 സെയിൽ നടക്കുന്ന സമയത്ത് 9000 രൂപ ലഭിക്കുന്നുണ്ട്. അതായത് 9000 പ്ലസ് നേരത്തെ പറഞ്ഞ ക്യാപ്പിംഗ് ലിമിറ്റ് പെയർ മാച്ച് ഇൻകം 7500 എത്രയാണ്? 16500 രൂപ. അത് 16500 പ്ലസ് 16500 ഹാഫ് ഡേ ആണ് 16500. ഈവനിങ് കട്ട് ഓഫിലും കൂടിയിട്ട് 16500 വരുന്ന സമയത്ത് അറൌണ്ട് 33000 രൂപ ഒരു ദിവസം നമുക്ക് ഈ SH റാങ്ക് ലഭിക്കുന്നുണ്ട്. അതായത് SP റാങ്കിൽ നമ്മൾ 24000 രൂപ വാങ്ങിയ ഒരു വ്യക്തിക്ക് SH റാങ്കിൽ എത്തുന്നേരം സെയിം സംഭവം 33000 രൂപക്ക് നമുക്ക് ലഭിക്കുന്നുണ്ട്. അതായത് ആ റാങ്കിന്റെ ഡിഫറൻസ് ആണ്. കമ്പനി ഇതുപോലത്തെ ഒരുപാട് റാങ്ക് വെച്ചിട്ടുണ്ട്. ആ റാങ്കിന്റെ ഒക്കെ അവസ്ഥ ഏത് ലെവലിലേക്കാണ് പോകുന്നത്, അതിന്റെ മാർജിൻ ഏത് ലെവലിലേക്കാണ് പോകുന്നത് നമുക്ക് ചിന്തിച്ചാല്
പറയാൻ പറ്റാത്ത ആ ഒരു ലെവലിൽ ഇൻകത്തിലേക്കാണ് പോകുന്നത്. ഇന്ന് ഇത് മാത്രമല്ല, ഇതൊരു ഡെയിലി ഇൻകത്തിന്റെ കാര്യം മാത്രമേ ഞാനിവിടെ പറഞ്ഞുള്ളൂ. ഇത് മാത്രമല്ല, വീക്കിലി ഇൻകം ഉണ്ട്. വീക്കിലി ഇൻകം എന്ന് പറയുന്നത് നമ്മുടെ MD നിതിൻ സർ വന്ന സമയത്ത് പറയുകയുണ്ടായി, നമ്മൾ സാധാരണ ഡെയിലി ഇൻകം വാങ്ങുന്നവര് അവര് ജസ്റ്റ് ഒരു സെയിൽസ്മാൻ ആണെന്നാ പറഞ്ഞത് MD സർ. അതിന് വ്യക്തമായ റീസൺ ഉണ്ട്. ഞാൻ പറഞ്ഞു മനസ്സിലായത്ര എന്താണ് അദ്ദേഹം പറഞ്ഞതെന്ന് എന്നേരം എനിക്ക് പിടിയിട്ടു. പിന്നെയാണ് സർ അത് പറഞ്ഞു തന്ന സമയത്ത്, അത് എക്സ്പ്ലെയിൻ ചെയ്ത സമയത്താണ് അതിന്റെ ഡെപ്ത് മനസ്സിലാക്കാൻ പറ്റിയത്. വീക്കിലി പെർഫോമൻസ് വാങ്ങുന്ന വ്യക്തികളാണ് കമ്പനീനെ സംബന്ധിച്ച് ശരിയായ ഡയറക്ട് സെല്ലിംഗ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന നെറ്റ്വർക്കർ എന്ന് പറയുന്നത്. അതിന്റെ മെയിൻ റീസൺ എന്താന്ന് പറഞ്ഞാൽ, വീക്കിലി പെർഫോമൻസ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഇവര് ഈ ഒരു പ്രൊജക്റ്റ് ആയിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്കറിയാം, നമ്മൾ മാർക്കറ്റിംഗിൽ കണ്ടിന്യൂസ് ആയിട്ട് പണിയെടുക്കുന്നുണ്ട്. നമ്മൾ ഇന്ന് ചെയ്ത ബിസിനസിന്റെ എഫേർട്ട്, ഇന്ന് ചെയ്ത വരുമാനം നമുക്ക് നാളത്തെ നമ്മുടെ അക്കൗണ്ട് കമ്പനി തരുന്നുണ്ട്. ഇന്ന് ചെയ്ത ബിസിനസ്സിന് നമുക്ക് ഡെയിലി പേ ഔട്ട് കമ്പനി തരുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഓക്കെയാണ്, നമ്മൾ ചെയ്ത വർക്കിന്റെ എഫേർട്ട് നമുക്ക് കിട്ടി. ആ ഡെയിലി പിറ്റേ ദിവസം നമുക്ക് അതിന്റെ പാടത്ത് പണി വരമ്പത്ത് കൂലി എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞു, ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. പക്ഷെ കമ്പനി അവിടെ അത് സ്റ്റോപ്പ് ചെയ്തില്ല. ഈ ഒരു വ്യക്തി ഈ ഒരു ബിസിനസ് ആയിട്ട് ഈ ഒരു ടീമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് ഈ മൺഡേ ടു മൺഡേ ഈ ഒരു 1 വീക്കില് ഈ ഒരു ടീമിന്റെ അണ്ടറിൽ, ഈ ഒരു വ്യക്തിയുടെ അണ്ടറിൽ എത്ര ബിസിനസ് ചെയ്യുന്നുണ്ട് കമ്പനി കാൽക്കുലേറ്റ് ചെയ്യാണ്. അവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നടക്കുന്ന സംഭവം എന്താണെന്ന് വെച്ചാല്, ഓർഗനൈസേഷൻ 1 30,000 PVയുടെ സെയില്, ഓർഗനൈസേഷൻ 2 30,000 സെയില് പെയർ മാച്ച് നടക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ മതി. ആ ഒരു പെയർ മാച്ച് നടക്കുന്ന സമയത്ത് അതിന്റെ 10% 3,000 രൂപ വീണ്ടും നമുക്ക് കമ്പനി തരികയാണ്. 3,000 രൂപ നമുക്ക് വീണ്ടും കമ്പനി തരാം. ഓൾറെഡി നമ്മൾ ഈ ചെയ്ത എഫേർട്ടിന്റെ കൂലി വാങ്ങിക്കഴിഞ്ഞിട്ടും പിന്നെ കമ്പനി നോക്കുകയാണ് വീക്കിലി നിങ്ങളുടെ ടോട്ടൽ ടീമിന്റെ പെർഫോമൻസ് ലെവൽ എത്രയുണ്ട്. ഈ പെർഫോമൻസ് ലെവലിൽ വീക്കിലി പെർഫോമൻസ് ആയിട്ട് പിന്നെ നമുക്ക് 3,000 രൂപ തരികയാണ്. അവരാണ് കമ്പനിയുടെ ശരിയായ ബിസിനസ്മാൻ, അവരാണ് ശരിയായ നെറ്റ്വർക്കർ എന്ന് പറഞ്ഞിട്ട് അവരെ വരുന്ന BOP സെന്ററിൽ ഓണറിങ് ചെയ്യാനാണ് കമ്പനിയുടെ MD നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അത്രമാത്രം ഈ വീക്കിലി പെർഫോമൻസ് വാങ്ങുന്ന ആൾക്കാരെയാണ് കമ്പനി ഫോക്കസ് ചെയ്യുന്നത്. അവരാണ് ശരിയായ നെറ്റ്വർക്കർ, അവരാണ് ശരിയായ ബിസിനസ് ചെയ്യുന്ന ബിസിനസ്മാൻ എന്നാണ് കമ്പനി പറയുന്നത്. ഇത്രയും പവർഫുൾ ആയിട്ട് നമ്മുടെ MD പറയുന്നുണ്ട്. റീസൺ കൂടി പറയും, വീക്കിലി പെർഫോമൻസിന്റെ റീസൺ പറയാം. നമുക്കറിയാം, നമുക്ക് SH റാങ്കിൽ 33,000 രൂപയാണ് ഡെയിലി പേ ഔട്ട് ആയി ലഭിക്കുന്നത്. വീക്കിലി പേ ഔട്ടിന്റെ ഒരു ഡെപ്ത് നിങ്ങൾ നോക്കോ. വെറും 30,000 സെയിൽ എന്നുള്ളത് നമ്മൾ 30,000 PV വേണ്ട, 30,000 PV വേണ്ടെന്ന് പറയുമ്പോൾ ചിന്തിക്കേണ്ട യാതൊരു കാര്യമില്ല. 4 സെയിലാണ്, 4 സെയിൽ പെർമേച്ചിങ് എവിടെ നടക്കുന്നത്. 4 സെയിൽ പെർമേച്ച് 7,500 × 4 നിങ്ങളൊന്ന് ഇൻറ്റു ചെയ്താൽ മതി. 28,000 PV അവിടെ ഈസി ആയിട്ട് നമുക്ക് കയറുന്നുണ്ട്. 7,4 ഏകദേശം 30,000 PV തന്നെ അവിടെ വന്ന് ചേരുന്നുണ്ട്. 4 സെയിൽ പെർമേച്ച് എടുക്കുമ്പോൾ ഈസി ആയിട്ട് നടക്കൂലേ. നമ്മളൊരു ടീം ബിൽഡ് ചെയ്ത് ഒരു നെറ്റ്വർക്കർക്ക് കിട്ടുന്ന എമൗണ്ട് ആണ്, അതായത് ടീം ഉള്ളവർക്ക് കിട്ടുന്ന ഒരു ബോണസ് ആണ് വീക്കിലി പെർഫോമൻസ്. അങ്ങനെ ടീമിലൂടെ നമുക്ക് ഈ ബിസിനസ് നടക്കുമ്പോൾ 4 സെയിൽ കൂളായിട്ട് ലെഫ്റ്റ്, 4 സെയിൽ കൂളായിട്ട് റൈറ്റ് നടക്കും. അങ്ങനെ ലഭിക്കുന്ന സമയത്താണ് ഈ 10% 3,000 രൂപ കിട്ടുന്നതെങ്കിൽ അടുത്തത് കേട്ടോ, 70,000 PV പെർമേച്ച് ചെയ്യുമ്പോൾ 70,000 PV ലെഫ്റ്റും 70,000 PV റൈറ്റും പെർമേച്ച് ചെയ്യുന്നതും അതിന്റെ 12% 8,400 രൂപ. ഒന്ന് ചിന്തിച്ചു നോക്കിയാ, നമ്മൾ ഡെയിലി വാങ്ങുന്ന വരുമാനത്തിന് പുറമെ വീക്കിലി ഒരു തിങ്കളാഴ്ച ദിവസം നമ്മുടെ അക്കൗണ്ടിലേക്ക് വരെ 8,400 രൂപ. ഒന്ന് ചിന്തിച്ചൊക്കെ എവിടെ എത്തിച്ചേർന്നിരിക്കുന്ന കാര്യങ്ങൾ. ഇത്രയും നല്ലൊരു ഇൻകം തരുന്ന ഒരു കമ്പനി പിന്നെ വേറെ ഏതാളെ. വീക്കിൽ നമ്മൾ ഡെയിലി പെർഫോമൻസിന് പുറമെ, ഡെയിലി പേയ്ഔട്ടിന് പുറമെ വീക്കിൽ ഒരു 8,400 രൂപ എല്ലാ ആഴ്ചയും വരുന്ന ഒരു സംഭവം ആലോചിക്കാൻ ഇമാജിൻ ചെയ്ത് നോക്കിയാൽ ഇതിന്റെ ഡെപ്ത്, അതിന്റെ ആവേശത്തിലാണ് ഇതിന്റെ ഒരു ഡെപ്ത് മനസ്സിലാക്കിയതിനു ശേഷം തീർന്നില്ല. ഇവിടെ 1,75,000 PV ലെഫ്റ്റും 1,75,000 PV റൈറ്റും പെർമേച്ച് ചെയ്യുമ്പോൾ അതിന്റെ 15% കട്ട് ചെയ്ത് നമുക്ക് 26,250 രൂപ, 26,250 രൂപ വീക്കിലി എല്ലാ തിങ്കളാഴ്ചയും നമ്മുടെ അക്കൗണ്ടിലേക്ക് വന്നോണ്ടിരിക്കുകയാണ്. ഒരു സിനിമ ഡയലോഗ് ഉണ്ട്, കമ്പനിയുടെ കളി കാണാൻ പോകുന്നതേ ഉള്ളൂ. കേട്ടിട്ടുണ്ടാവും, പഴശ്ശിരാജയിൽ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, കമ്പനിയുടെ കളി കാണാൻ പോകുന്ന പഴശ്ശിയുടെ കളി കമ്പനി കാണാൻ പോകുന്നതേ ഉള്ളൂ. അതേപോലെ MR കമ്പനിയുടെ ശരിയായ ഫേസ്, റിയൽ ഫേസ് എന്താണെന്ന് എല്ലാവരും കാണാനിരിക്കുന്നതേ ഉള്ളൂ. എന്താണ് MR കമ്പനി, എന്താണ് MR കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന ഇൻകം പ്ലാൻ, എന്താണ് പ്രൊജക്ട്, എന്താണ് പ്രൊഡക്റ്റ്. ഈ പ്രൊജക്ടിന്റെ ഒരു ഡെപ്ത് ഉണ്ടല്ലോ, അത് വരുന്നതാണ്. ടീം SID പറഞ്ഞിട്ടുണ്ട്, 1 month 1 CR അല്ല ഇവിടെ, 1 year 1 CR അല്ല, 1 year 3 CR സേവർ സാറും റാഫി സാറും ഇത്ര ശക്തമായിട്ട് പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ വ്യക്തമായ ഒരു ഇൻകം പ്ലാൻ ഇവിടെ ഉണ്ട്. വ്യക്തമായിട്ട് അതിനകത്ത് നമുക്ക് ഇൻകം കിട്ടുന്നുള്ള ശരി അവർക്ക് അടിയുറച്ച വിശ്വാസമുണ്ട്. ഈ ഒരു പ്ലാനിൽ കൂടി
1 year 3 CR എന്നുള്ളത് ഇന്ന് സാറ് പറഞ്ഞൊരു കാര്യമുണ്ട്, 100 കോടീശ്വരന്മാരെ അണിനിർത്തുന്നതാണ്. എന്നാൽ MR മാർക്കറ്റിംഗ് എന്നുള്ള ഈ ഒരു കമ്പനിയിലേക്ക് എത്തിയ സമയത്ത് അവരതൊന്ന് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് 100 എന്നുള്ളത് 1000 കോടീശ്വരന്മാരെ നിർത്തുന്ന പറയുന്നത്. അതിന്റെ റീസൺ എന്താന്ന് പറഞ്ഞാല് ഈ വീക്കിലി പെർഫോമൻസ് മാത്രം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. 7 ലക്ഷത്തിന്റെ PV ലെഫ്റ്റ് സൈഡിലും 7 ലക്ഷത്തിന്റെ പെയർ മാച്ച് റൈറ്റ് സൈഡിൽ നടക്കുന്ന സമയത്ത് അതിന്റെ 20% കട്ട് ചെയ്ത് 1,40,000 രൂപ. ചിന്തിക്കണം, 1,40,000 രൂപ എല്ലാ തിങ്കളാഴ്ച നമ്മുടെ അക്കൗണ്ടിലേക്ക് വരികയാണ്. എല്ലാ തിങ്കളാഴ്ച അക്കൗണ്ട് വരാന്ന് വെച്ചാൽ ഒരു മാസം 4 ആഴ്ച ഉണ്ട്. നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് 1,40,000 ഇൻറ്റു 4, 1,40,000 ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ 5,60,000 രൂപ വീക്കിലി പെർഫോമൻസ് പ്ലസ് 33,000 SH റാങ്കിന്റെയാണ് ഞാൻ പറഞ്ഞത്. ഒരുപാട് റാങ്ക് ഉണ്ട്. ജസ്റ്റ് ഈ ഏറ്റവും ബോട്ടം ലെവലിലെ റാങ്കിനെ പറ്റി ഞാൻ പറഞ്ഞത്. SP അല്ല, SH റാങ്കിൽ 33,000 പെർ ഡേ ഇൻകം ഇൻറ്റു 30 ദിവസം ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യും. 9,90,000 രൂപ പ്ലസ് 1,40,000 ഇൻറ്റു 4 വീക്കിന്റെ 5,60,000, 9,90,000 പ്ലസ് 5,60,000 ഈക്വൽ ടു അറൌണ്ട് 15,50,000, അതായത് 15.5 ലക്ഷം പെർ മന്ത്. വീക്കിലി പെർഫോമൻസും ഡെയിലി പേഔട്ടിലും മാത്രം പെർ മന്ത് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന ഇത്രയും നല്ലൊരു ഇൻകം പ്ലാൻ എവിടെ കിട്ടും? ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്താൽ മതി. ഇത് വീക്കിലി പെർഫോമൻസിന്റെ ഡെയിലി പേഔട്ടിന്റെ കാര്യം ഞാനിവിടെ പറഞ്ഞു തീർന്നില്ല. മന്ത്ലി പേഔട്ട് ഉണ്ട്. റീപർച്ചേസ് എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ട്. റീപർച്ചേസ് ഇൻകം എന്ന് പറയുന്നത് നമ്മുടെ റാഫീസർ പറഞ്ഞിട്ട് മലവെള്ളപ്പാച്ചിലാന്ന് പറഞ്ഞത്. ഞാൻ പറയാം, നമുക്ക് ഒരു ജസ്റ്റ് നമ്മൾ ഇമേജ് ചെയ്താൽ മതി. പലത്തുള്ളിയാണ് പെരുവെള്ളമായിട്ട് മാറുന്നത്. നമുക്ക് മഴ പെയ്യുന്ന സമയം നമുക്ക് ജസ്റ്റ് ഓരോ ഡ്രോപ്സ് വന്ന് അത് പിന്നെ ഒരു പേമാരി ആയിട്ട് വരിക ചെയ്യുന്നത്. അതേ അവസ്ഥയാണ് റീപർച്ചേസ് ഇൻകം. നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ചെയ്യേണ്ടത് ഈ റീപർച്ചേസ് ഇൻകം കിട്ടാൻ ലൈഫ് ടൈമിൽ നമ്മുടെ ലൈഫിൽ ഒരു പ്രാവശ്യം നമ്മൾ 5,000 PVയുടെ റീപർച്ചേസ് ചെയ്താൽ നമ്മുടെ ലൈഫ് ടൈമിൽ ഫുൾ ആ റീപർച്ചേസ് ഇൻകം അനുഭവിക്കാനുള്ള ഒരു അസുലഭ നിമിഷമാണ് റീപർച്ചേസ് ഇൻകം കമ്പനി സെറ്റ് ചെയ്തത്. നമുക്ക് എപ്പോഴും റീപർച്ചേസ് ചെയ്യണ്ട. ലൈഫിൽ 1 ടൈം ചെയ്താൽ ലൈഫ് ടൈം നമുക്ക് റീപർച്ചേസ് ഇൻകം. ഇതാണ് കമ്പനി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി കമ്പനി വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ റീപർച്ചേസ് 2,500 രൂപയുടെ റീപർച്ചേസ് ഈ മാസം ചെയ്തു. അടുത്ത മാസം നിങ്ങൾ 2,500 രൂപയുടെ റീപർച്ചേസ് ചെയ്തു. 3-ാമത്തെ മാസം നിങ്ങൾ റീപർച്ചേസ് ചെയ്താൽ 4-ാമത്തെ മാസം നിങ്ങൾ റീപർച്ചേസ് ചെയ്യണം. പകരം ഈ 2,500 രൂപയുടെ പ്രൊഡക്റ്റ് കമ്പനി ഗിഫ്റ്റ് ആയിട്ട് 4-ാമത്തെ മാസം നമുക്ക് തരികയാണ്. എന്താ നമ്മുടെ കമ്പനി ചെയ്തുകൊണ്ടിരിക്കുന്നത്? 3 മാസം നമ്മൾ റീപർച്ചേസ് ചെയ്യാണ്. 2,500 രൂപയുടെ 3 മാസം റീപർച്ചേസ് ചെയ്യുന്ന വെൽനസ് പ്രൊഡക്റ്റ് 4-ാമത്തെ മാസം നമ്മൾ ഒരു പൈസ പോലും മുടക്കാതെ നമുക്ക് തരികയാണ്. നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് കമ്പനി തരാന്ന്. ഇത്രയും നല്ലൊരു കമ്പനി വേറെ എവിടെയാണ് നമുക്ക് കിട്ടാൻ? റീപർച്ചേസിംഗ് തീർന്നില്ല. റീപർച്ചേസിംഗ് നമ്മൾ മാക്സിമം നമ്മൾ ഡയറക്റ്റ് റെഫറൻസ് എത്രമാത്രം കൊടുക്കുന്നോ അതിനനുസരിച്ച് നമ്മുടെ ഡെപ്ത് കൂടി വരും. കാരണം ഇന്ന് നമ്മൾ ഡയറക്റ്റ് ഒരു 10 പേരാണെങ്കിൽ 10 പേരിന് 1 രൂപയാണ് കിട്ടുന്നത്. ഈ 10 പേരുടെ മൾട്ടിപ്ലിക്കേഷൻ എത്രയാണ്? 30 പേരിലേക്ക് മാറും. ആ 30 പേരിന്റെ മൾട്ടിപ്ലിക്കേഷൻ നമുക്കറിയാം. ചെസ് ബോർഡ് ഒന്ന് എടുത്തു നോക്കിയാല് ആദ്യത്തെ ഒരു കള്ളിയിൽ വെക്കുന്ന പോയിന്റ് അല്ല അടുത്തതിന്റെ മൾട്ടിപ്ലിക്കേഷൻ. അതിന്റെ മൾട്ടിപ്ലിക്കേഷൻ എത്തുന്ന സമയത്ത് അവസാനം എത്തുമ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പോലും പറ്റാത്ത, എഴുതി നമുക്ക് പൂരിപ്പിക്കാൻ പറ്റാത്ത അത്ര മൾട്ടിപ്ലിക്കേഷനിലേക്കാണ് അതിന്റെ ഡെപ്ത് പോകുന്നത്. ഇത് തന്നെയാണ് നെറ്റ്വർക്കിലും സംഭവിക്കുന്നത്. മാൻ പവർ ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറയുന്നതും മാൻ പവർ വർക്കിംഗ് ഹൗസ് ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറയുന്നതും ഇതിന് മറ്റുള്ളവരുടെ വർക്കിംഗ് ഹൗസ് കൂടി നമ്മൾ മാച്ച് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ആളിലേക്ക് പ്രൊജക്ട് എത്തുന്ന സമയത്ത് നമ്മുടെ ലൈഫ് സെറ്റായി, അവരുടെ ലൈഫ് സെറ്റായി, നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്ന നമ്പർ 1 പ്രൊഡക്റ്റും ഇന്ന് MR മാർക്കറ്റിംഗിലുണ്ട്. റീപർച്ചേസ് ഇൻകം 1000 PV ബിസിനസ് വോളിയാണ്. PV അല്ല, ബിസിനസ് വോളിയം ലെഫ്റ്റും 1000 ബിസിനസ് വോളിയം റൈറ്റും പെർമിറ്റ് ചെയ്യുന്ന സമയത്ത് 200 രൂപയാണ്. 10,000 PV ലെഫ്റ്റും 10,000 PV റൈറ്റും റീപർച്ചേസ് ഇൻകം പെർമിറ്റ് ചെയ്യുന്ന സമയത്ത് 2,000 രൂപയാണ്. എന്നാൽ 50,000 PV ലെഫ്റ്റും 50,000 PV റൈറ്റും പെർമിറ്റ് ചെയ്യുന്ന 10,000 രൂപ നമുക്ക് റീപർച്ചേസിലൂടെ കിട്ടുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് കിട്ടുന്നത് 20% ഫ്ലാറ്റ് ഓഫിൽ തന്നെ എല്ലാ പ്രൊഡക്റ്റും വെൽനസ് പ്രൊഡക്റ്റ് എല്ലാം നമുക്ക് കിട്ടുന്നുണ്ട്. ജസ്റ്റ് നമ്മുടെ വീട്ടിലേക്ക് വാങ്ങുന്ന ചെറിയൊരു സംഭവം, പേസ്റ്റ്, സോപ്പ്, അങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മൾ വാങ്ങുന്നത് പോലെ നമ്മുടെ ടീം അംഗങ്ങൾ വാങ്ങുന്നതിലൂടെ നമുക്ക് ഒരുപാട് ബെനിഫിറ്റ് നമുക്ക് റീപർച്ചേസിൽ കിട്ടുന്നുണ്ട്. ഇന്ന് പലത്തുള്ളി പെരുവെള്ളം എന്ന് പറഞ്ഞാൽ മതി, റാഫി സർ പറഞ്ഞതുപോലെ മലവെള്ളപ്പാച്ചിൽ വരുന്ന ഏറ്റവും നല്ല ഈ പറഞ്ഞ ഇൻകം എന്നല്ല റീപർച്ചേസിൽ വരാൻ പോകുന്നത്. ഈ
ഈ ഇൻകത്തിനെല്ലാം പുറമെ ഏറ്റവും പവർഫുൾ ആയിട്ട് ഇൻകം എന്ന റീപർച്ചേസിലൂടെയാണ്. അതിന്റെ ആ ഒരു ആഴം കൂടി മനസ്സിലാക്കാൻ നമ്മൾ സെൽഫ് നമുക്ക് റീപർച്ചേസ് ചെയ്ത് നമ്മുടെ 5000 BB നമ്മൾ ആദ്യം നമ്മൾ റീപർച്ചേസ് ചെയ്ത് നമ്മൾ സെറ്റ് ആക്കാം. അതിനുശേഷം റീപർച്ചേസ് ഇൻകം നമുക്ക് ലഭിക്കുന്ന സമയത്ത് മനസ്സിലാക്കാം MR മാർക്കറ്റിംഗിന്റെ റിയൽ ഫേസ് എന്താണെന്ന്. തീർച്ചയായിട്ടും ഞാൻ എന്താണ് ചെയ്തത് ആ ഒരു കാര്യം മാത്രമേ ഞാൻ ഈ സൂമിൽ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ എന്ത് പ്രൊഡക്റ്റ് ആണ് പ്രൊമോട്ട് ചെയ്തത് ആ ഒരു കാര്യം മാത്രമേ ഞാൻ ഇവിടെ പറഞ്ഞുള്ളൂ. എന്താണ് ഇൻകത്തിന് വേണ്ടി ഞാൻ ചെയ്തത് ഈ കാര്യം മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഞാൻ ചെയ്യുന്ന കാര്യം മാത്രമേ ഞാൻ പറയുള്ളൂ. കാരണം നമ്മൾ എന്താണ് ചെയ്യുന്നത് അത് മാത്രമേ നമ്മൾ മറ്റുള്ളവരിലേക്ക് പറയാൻ പറ്റുള്ളൂ. ഞാൻ ഒരേ ഒരു കാര്യം ഞാൻ ഇവിടെ ക്ലോസ് ചെയ്യാണ്, കാരണം ഏകദേശം 7 മണിയായിട്ടുണ്ട്. നമ്മൾ എന്താണോ നമ്മുടെ മനസ്സിൽ ഈ ഒരു MR മാർക്കറ്റിംഗ് പ്രൊജക്റ്റായി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഒറ്റ ഒരു കാര്യം മാത്രമേ നമ്മൾ ചിന്തിച്ചാൽ മതി. ഈ ഒരു MR മാർക്കറ്റിംഗ് പ്രൊജക്ട് നമ്മുടെ ഫേസ് വാല്യൂ നഷ്ടപ്പെടാത്ത, നമ്മുടെ ലൈഫ് സെറ്റ് ആവുന്ന ഇത്രയും പ്രൊജക്റ്റും പ്രോഡക്റ്റും നമ്മുടെ കയ്യിൽ തന്നിട്ട് നിസ്സാരമായി കളയരുത്. എന്റെ ഗ്രേറ്റ് ലീഡർ അഖിലേഷ് സർ പറഞ്ഞൊരു കാര്യമുണ്ട്. അഖിലേഷ് സർ പറഞ്ഞൊരു കാര്യം, നമ്മൾ കഷ്ടപ്പെട്ട് പണിയെടുക്കേണ്ടതല്ല, ഇഷ്ടപ്പെട്ട് പണിയെടുക്കണം എന്നാണ് പറയുന്നത്. കാരണം കഷ്ടപ്പെട്ട് പണിയെടുക്കും നമുക്ക് ഇതിനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടാക്കും. അതേസമയം നമ്മൾ ഇഷ്ടപ്പെട്ടിട്ടാണ് പണിയെടുക്കുന്നതെങ്കിൽ, ഈ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഈ ബിസിനസിനെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. അദ്ദേഹം പറഞ്ഞത് 100% ക്ലിയർ ആണ്. കാരണം ഇന്ന് ഈ ഒരു ബിസിനസ്സിനെ വളരെ എക്സൈറ്റ്മെന്റോട് കൂടി വളരെ സത്യസന്ധമായിട്ടാണ് ഞാൻ ഈ ബിസിനസിനെ കൊണ്ട് മുന്നോട്ട് പോകുന്നത്. എന്റെ കൂടെ അസോസിയേറ്റ് ചെയ്യുന്നവർക്കും അതേ പോസിറ്റീവ് മൈൻഡിൽ തന്നെയാണ് ഈ ബിസിനസ്സിലേക്ക് പോകുന്നത്. അതിന്റെ ഫലമായി നല്ലൊരു ടീമും നല്ലൊരു ഇൻകം നമുക്ക് നമ്മുടെ ടീമിന് ലഭിക്കാൻ പറ്റിയിട്ടുണ്ട്. ഒറ്റൊരു കാര്യം കൂടി പറഞ്ഞ് ഞാനിത് ക്ലോസ് ചെയ്യുകയാണ്. ഈ ഒരു ബിസിനസിനെ ആത്മാർത്ഥമായിട്ട് നമ്മൾ നെഞ്ചോട് ചേർക്കുക, സത്യസന്ധമായിട്ട് ഈ ബിസിനസിനെ പ്രൊമോട്ട് ചെയ്യുക. വിജയം നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. ജയ് മണിരായ് മാർക്കറ്റിംഗ്. ഓക്കെ, താങ്ക് യു. ഈ ഒരു സൂം വൈൻഡപ്പ് ചെയ്ത് അറിയിക്കുകയാണ്.